മനു ഭാരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനു, ഇന്ന് സഭയിൽ ഉൾപ്പെടെ വലിയ വാഗ്വാദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സഭയിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നാണ്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം രാവിലെയിലേക്ക് സ്വാഗതം. ഇനി ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്, ഇന്ന് വലിയ ചർച്ചയാകാൻ പോകുന്ന വാർത്തകളിലേക്കൊക്കെ കടക്കുകയാണ് നമ്മൾ. ശശി തരൂരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എല്ലാം ഏതാണ്ട് അവസാനിച്ചു എന്ന് കരുതിയ സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു ദിവസം ഒരു അഭിമുഖം പബ്ലിഷ് ചെയ്തു വരുന്നതും അത് വീണ്ടും തർക്കമായി മാറുന്നു. അതിനൊക്കെ ഒടുവിൽ ഒരു സമവായത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നു. തരൂരിന്റെ ഏറ്റവും വലിയ പരാതി ഒരു തന്ത്രപ്രധാനമായ റോളില്ല, അല്ലെങ്കിൽ തനിക്ക് ചെയ്യാനൊന്നുമില്ല എന്നതായിരുന്നു. ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഈ ദിവസം ഏറ്റവും പ്രധാനമായി ന്യൂസ് 18 പുറത്തുവിടുന്ന വാർത്ത. ഇതോടൊപ്പം കേരളത്തിലെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച്, CPM-ന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായ ദിവസങ്ങളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിക്കാൻ പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ പാർട്ടി ആര് നയിക്കും, പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരൊക്കെ, എന്തൊക്കെ തീരുമാനങ്ങളാണ് അടുത്ത കുറച്ചു കാലത്തേക്ക് പാർട്ടി എടുക്കാൻ പോകുന്നത്, ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ആയിരിക്കും ഇനിയുള്ള 2-3 ദിവസം വാർത്തകളിൽ നിറയുക. അപ്പോൾ ഈ വാർത്തയുടെ ഒക്കെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. ശശി തരൂരിന് തന്ത്രപ്രധാന ചുമതല നൽകി കോൺഗ്രസിന്റെ കർമ്മ പദ്ധതി. സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളുടെ നയരൂപീകരണം ഇനി തരൂരിന്റെ ഉത്തരവാദിത്വം. നിയമസഭയിൽ സർക്കാരിനെതിരായ പോരാട്ടം VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കം. ദീപശിഖ ജാഥകളുടെ സംഗമം വൈകിട്ട് ആശ്രാമം മൈതാനത്ത്. പ്രതിനിധി സമ്മേളനം നാളെ മുതൽ. പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. പെരുകുന്ന അക്രമത്തിനും ലഹരി വ്യാപനത്തിനുമെതിരെ നോ ക്രൈംസ് നോ ഡ്രഗ്സ് മുദ്രാവാക്യം ഉയർത്തി UDF. ഇന്ന് ഉപവാസ സമരം. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയയെ പൂട്ടാനുള്ള ഹണ്ട് നടപടികൾ തുടർന്ന് പോലീസ്. SDPIയെ പൂട്ടാൻ വഴിയൊരുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. MK ഫൈസിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ. SDPIയും നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ ആഴത്തിലുള്ള അവിശുദ്ധ ബന്ധം. 4 കോടി രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകി ഗൾഫിൽ നിന്നടക്കം ഹവാല പണമെത്തി. പ്രവർത്തനങ്ങൾക്ക് PFIയെ ഉപയോഗിച്ചെന്നും ED. പാകിസ്ഥാൻ സൈനിക കേന്ദ്രത്തിലെ താലിബാൻ ആക്രമണത്തിൽ മരണം 15ആയി. നിരവധി പേർക്ക് പരിക്ക്. ആക്രമണം സൈനിക കേന്ദ്രത്തിലേക്ക് സ്ഫോടക വസ്തു നിറച്ച വാഹനം ഇടിച്ചു കയറ്റി. സ്ഫോടനത്തിൽ സമീപത്തെ പള്ളി തകർന്നും നിരവധി മരണം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില മെച്ചപ്പെട്ടു. ഇന്നലെ ശ്വാസതടസ്സം ഉണ്ടായില്ലെന്ന് വത്തിക്കാൻ. മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുവെന്നും ജമേലി ആശുപത്രി. ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യയുടെ കൈയെത്തും ദൂരെ. ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികളെ ഇന്നറിയാം. ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക സെമി ഫൈനൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 ലാഹോറിൽ. മത്സരത്തിൽ ജയിക്കുന്നവർ ഞായറാഴ്ച ദുബായിൽ ഇന്ത്യയെ നേരിടും. ചുവന്നു തൊടുത്ത് കൊല്ലം. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് കൊടിയുയരും. പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ വൈകിട്ട് ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പാർട്ടി പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം നാളെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. 9 പുതിയ കമ്മിറ്റിയെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തെരഞ്ഞെടുത്ത് സമ്മേളനം സമാപിക്കും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരും. വിവരങ്ങളുമായി VV അരുൺ ചേർന്നു. അരുൺ,
തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാർട്ടി അനുഭാവികളെ സംബന്ധിച്ച്, പാർട്ടിയെ നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് വളരെ വളരെ തിരക്കേറിയ, വളരെ സംഭവബഹുലമായ ദിവസങ്ങൾക്കാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കൊല്ലത്തിൻ്റെ ചുവന്നു തൊടുത്ത മണ്ണിലാണ് ഇത്തവണ സംസ്ഥാന സമ്മേളനം. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ആഘോഷം ആയി നടത്താൻ കൊല്ലത്തെ CPM ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. ഏതൊക്കെ തരത്തിലാണ് അവിടെ ഒരുക്കങ്ങൾ? ശ്രീജ, സംഘടനാപരമായി CPMന് ഏറ്റവും ശക്തിയുള്ള ജില്ലകളിലൊന്നാണ് കൊല്ലം. ഒരുപക്ഷെ കണ്ണൂരാണ് CPM എന്ന പാർട്ടിയുടെ ഏറ്റില്ലം എന്നൊക്കെ പറയുമ്പോഴും അതിന് തുല്യമായ, ഒരുപക്ഷെ അതിന് മുകളിലോ സംഘടനാശേഷിയുള്ള ജില്ലയാണ് കൊല്ലം. സമര പാരമ്പര്യമുള്ള, സമര ചരിത്രമുള്ള ജില്ലയാണ് കൊല്ലം. കൊല്ലം ആ രീതിയിൽ തന്നെ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. വലിയ ഒരു മുന്നൊരുക്കങ്ങളാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ ഒന്നാകെയുള്ളത്. ഇവിടുന്നുള്ള മന്ത്രി കൂടിയായ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലാണ് ഈ സംഘാടക സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ. പാർട്ടിയുടെ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാകും ഇവിടെ നടക്കേണ്ടത്. അത് സമ്മേളനം നടത്തിപ്പിലും അതുപോലെ അതിനുശേഷമുള്ള ഈ പൊതുസമ്മേളനത്തിലുമൊക്കെ ആ ശേഷി പൂർണ്ണമായും വിനിയോഗിക്കണമെന്ന് തന്നെയാണ് CPMന്റെ തീരുമാനം. അതനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. സംഘടനാപരമായി നോക്കിയാൽ CPMന് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി സമ്മേളന കാലയളവാണിത്. പാർട്ടിയിൽ വലിയ തരത്തിലൊരു തലമുറ മാറ്റം, അത് മുൻനിരയിൽ പിണറായി വിജയനും MV ഗോവിന്ദനും പോൽ നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും സെക്രട്ടേറിയറ്റിലടക്കം വലിയൊരു മാറ്റം എറണാകുളത്ത് തുടങ്ങിവെച്ച തലമുറ മാറ്റത്തിന്റെ തുടർച്ച കൊല്ലത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എറണാകുളത്ത് നിരവധി പുതുമുഖങ്ങൾ സംസ്ഥാന സമിതിയിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ വന്ന് വലിയൊരു യുവ പ്രാതിനിധ്യം കൊടുത്ത ഒരു സമ്മേളനമാണ് എറണാകുളം നടന്നത്. അതിന് തൊട്ടു പിന്നാലെ കൊല്ലത്ത് വരുമ്പോഴും അതിൽ വലിയൊരു വീണ്ടും ഒരു എക്സ്റ്റൻഷനായി മാറുമെന്നാണ് കൊല്ലം സമ്മേളനത്തിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ, അതിൽ തന്നെ PK ശ്രീമതി, സുശീല ഗോപാലനും KR ഗൗരിയമ്മയ്ക്ക് ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായ വനിത, പതിറ്റാണ്ടുകളായി CPMന്റെ നേതൃവേദികളിൽ നേതൃമുഖമായി നിലനിൽക്കുന്ന PK ശ്രീമതിക്ക് പ്രായപരിധി വന്നതിന്റെ പേരിൽ ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിയേണ്ടി വരും. AK ബാലൻ, നമുക്കറിയാം എല്ലാ വിഷയങ്ങളിലും അത് പലപ്പോഴും പാർട്ടിയെ പ്രതിരോധിക്കാനും പക്ഷേ പലപ്പോഴും പ്രതിരോധത്തിലാക്കാനും ഒക്കെയുള്ള AK ബാലന്റെ ഇടപെടലുകൾ നമ്മൾ പല വിഷയങ്ങളിലും കണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് അനുകൂലമായാലും അല്ലെങ്കിൽ പാർട്ടിയെ ആ രീതിയിൽ പലപ്പോഴും പ്രസ്താവനകളിലൂടെ പാർട്ടിക്ക് ശക്തി നൽകാൻ ശ്രമിക്കുന്ന നേതാവാണ് AK ബാലൻ. ആ AK ബാലൻ ഇത്തവണ പ്രായപരിധി നിയമത്തിന്റെ പേരിൽ വഴിമാറിക്കൊടുക്കേണ്ടി വരും. ആനാവൂർ നാഗപ്പൻ CPMന് വലിയ വിജയം തിരുവനന്തപുരം ജില്ലയിൽ നേടിക്കൊടുത്ത നേതാവാണ്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയിൽ ഉൾപ്പെടുത്തി. ആനാവൂർ നാഗപ്പൻ ഈ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഒഴിയേണ്ടി വരും. അവർക്കൊക്കെ പകരം ആര് വരും, അതാണ് സംഘടനാപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച CPMൽ ഇപ്പോൾ നടക്കുന്നത്. PK ശ്രീമതിക്ക് പകരം ഒരു വനിതയെ സെക്രട്ടറി ഉൾക്കൊള്ളിച്ചേ മതിയാകൂ. അതാരാകും? KK ശൈലജ, കണ്ണൂരിൽ തന്നെയുള്ള നേതാവാണ്. ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്, മുതിർന്ന നേതാവാണ്. ശൈലജയെ സെക്രട്ടേറിയറ്റിലേക്ക് കൂടി ഇപ്പോഴും അവർ സെക്രട്ടറിക്ക് പങ്കെടുക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലാണ്. അവരെ സെക്രട്ടറിയിലേക്ക് ഉൾക്കൊള്ളിക്കുമോ അല്ലെങ്കിൽ കഴിഞ്ഞ സമ്മേളനത്തിൽ സെക്രട്ടറിയിലേക്ക് വന്ന CS സുജാതയാകോ അതിലേക്ക് കൊണ്ടുവരുന്ന തിരുവനന്തപുരത്ത് നിന്ന് TN സീമ ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ഉയർത്തപ്പെടുമെന്ന് കരുതുന്നവർ ഉണ്ട്. അങ്ങനെ പല പേരുകൾ. മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് നടക്കുമ്പോൾ മേഴ്സിക്കുട്ടിയെ പോലെ വളരെ സീനിയറായ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയ മേഴ്സിക്കുട്ടിയമ്മ ഒരുപക്ഷെ സെക്രട്ടറിയിലേക്ക് വന്നേക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ പല പേരുകൾ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത് കണ്ണൂരിൽ നിന്ന് ആരാകും സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരിക? അവിടെ ശ്രീമതിയുടെ ഒഴിവ് മാത്രമല്ല, കണ്ണൂരിൽ P ജയരാജൻ നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരാൻ യോഗ്യതയുള്ള നേതാവെന്ന് വിലയിരുത്തലുകളുണ്ട്. അദ്ദേഹം വരണമെന്ന് അണികൾ ആഗ്രഹിക്കുന്നുമുണ്ട്. ജയരാജൻ ഉൾക്കൊള്ളിക്കുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാകുമോ സംസ്ഥാന സെക്രട്ടറിയിൽ കണ്ണൂരിന്റെ പ്രതിനിധിയായി വരാൻ പോകും? നമുക്കറിയാം സംഘടന നടപടി നേരിട്ട് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട നേതാവാണ്. ഇപ്പോൾ വീണ്ടും അതിശക്തനായി CPM മാറുന്ന P ശശി സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വന്നേക്കുമെന്ന് കരുതുന്നവരുണ്ട്. ഇവർ രണ്ടുപേരുമല്ല MV ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് കൂടി എടുക്കുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അങ്ങനെ ആരൊക്കെയാണ് സംസ്ഥാന സെക്രട്ടറി വരാൻ പോകുന്നത്? മന്ത്രി MB രാജേഷ് നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറി വരേണ്ട യുവ നേതാവാണ്. അദ്ദേഹത്തെക്കാൾ ജൂനിയറായ പല നേതാക്കളും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അവസ്ഥ നിഷേധിക്കപ്പെട്ട അദ്ദേഹം നിയമസഭാ സ്പീക്കറായിരുന്നു എന്നതുകൊണ്ടാണ്. ഏതായാലും MB രാജേഷ് തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന സെക്രട്ടറി ഒരുപക്ഷെ ചില അപ്രതീക്ഷിത മുഖങ്ങൾ കൂടി വന്നേക്കാം. തിരുവനന്തപുരത്ത് വളരെ സീനിയറായ നേതാവ്, മുൻ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, MLA, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. കടകംപള്ളി വളരെ മുതിർന്ന നേതാവ് കൂടിയാണ്. അവിടെ തന്നെ അദ്ദേഹത്തെക്കാൾ സീനിയറായ M വിജയകുമാറുണ്ട്. അങ്ങനെ ചുരുക്കം ഒഴിവുകളും ഒരുപാട് പേരുകളും ഈ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് പറഞ്ഞു കേൾക്കുന്നു. സംസ്ഥാന സമിതിയിലും പുതുമുഖങ്ങൾ നിരവധി ഉണ്ടാകും.
യുവജന സംഘടന ഡിവൈഎഫ്ഐ ഭാരവാഹികൾ VK സനോജും അതുപോലെ തന്നെ വസീഫും ഉൾപ്പെടെയുള്ളവരുടെ പേര് സജീവമായി തന്നെ സംസ്ഥാന സമിതിയിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. യുവ പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം സംസ്ഥാന നേതൃതലങ്ങളിൽ കൂടി കൊണ്ടുവരണം. കഴിഞ്ഞ തവണ ചിന്താ ജെറോമൊക്കെ സംസ്ഥാന സമിതിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലത്തടക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായ അരുൺ ബാബുവിന്റെ പേര് സജീവമായി പറഞ്ഞു കേൾക്കുന്നു. MLA-മാരിൽ പലരും സംസ്ഥാന സമിതി ഇല്ലാത്തവരുണ്ട്. നൌഷാദുണ്ട്, PP ചിത്തരഞ്ജനുണ്ട്. അങ്ങനെ അത്തരം നേതാക്കൾ സംസ്ഥാന സമിതിയിലേക്ക് വരുമോ എന്നറിയണം. അങ്ങനെ വലിയൊരു തലമുറ മാറ്റത്തിലേക്ക്, നേതൃമാറ്റത്തിലേക്ക് അടുത്ത സമ്മേളനത്തോടുകൂടി പിണറായി വിജയനെ പോലെയുള്ള നേതാക്കൾ പോലും ഒരുപക്ഷെ മാറിക്കൊണ്ട് അരുൺ, അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു സംശയമുള്ളത്. അത് ഈ 75 വയസ്സ് എന്ന പ്രായപരിധി കർശനമായി പാലിക്കുമെന്ന് നേതൃത്വം ഇടയ്ക്കിടെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരൊക്കെ പോകും, ആർക്കൊക്കെ പ്രത്യേക ഇളവ് നൽകും? ഈ ചർച്ച വളരെ സജീവമായി തന്നെ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും 75 എന്ന പ്രായപരിധി നിബന്ധന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്, കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ് ആണ് നടപ്പാക്കിയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ സംസ്ഥാന പാർട്ടിയിൽ 75 വയസ്സ് എന്ന നിബന്ധന നടപ്പാക്കിയിരുന്നു. കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുക്കുമ്പോഴും സംസ്ഥാന സമിതി എടുക്കുമ്പോഴും ഒക്കെ 75 വയസ്സിൽ ഉൾക്കൊള്ളിച്ചു CPM. ആ പരിധി കടന്ന നേതാക്കളെ ഒഴിവാക്കിയിരുന്നു. ഇത്തവണ അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച 3 പേരുകൾ PK ശ്രീമതിയും AK ബാലനും ആനാവൂർ നാഗപ്പനും, സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും NR ബാലനും അതുപോലെ തന്നെ MK കണ്ണനും സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിയേണ്ടി വരുന്നത്. അനാരോഗ്യത്തെ തുടർച്ച് നേതാക്കളെ ഒഴിവാക്കുമെന്ന സൂചനകളുണ്ട്. കൊല്ലത്തിനടക്കം അത്തരം നേതാക്കളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവിടെ പുതിയ ആളുകൾ സ്വാഭാവികമായും വരേണ്ടതുണ്ട്. ഈ 75 എന്ന പ്രായപരിധിക്ക് അടുത്തെത്തി നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി CPM-ന് ഉണ്ട് എന്നുകൂടി ശ്രദ്ധേയമാണ്. അത് ഒന്ന് EP ജയരാജനാണ്, മുന്നണിയുടെ പഴയ കൺവീനറാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. EP-ക്ക് അടുത്ത മെയ്യിലാണ് 75 വയസ്സ്, രേഖകളിൽ 75 വയസ്സാകുന്നത്. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന് ജൂൺ മാസത്തിൽ 75 വയസ്സ് തികയും. ഈ 2 നേതാക്കളും സ്വാഭാവികമായും അവർക്ക് സമ്മേളന കാലയളവിൽ 75 ആകുന്നില്ല. പാർട്ടി കോൺഗ്രസ് ശേഷം മാത്രമേ 75 എന്ന പ്രായപരിധിയിലേക്ക് വരുന്നു. അത് ഒരുപക്ഷെ അവരെ അതുകൊണ്ട് നിലനിർത്തേക്കുമെന്ന് കരുതുന്നവരാണ് ഏറെയും ഉള്ളത്. അല്ലെങ്കിൽ ഇവരെ കൂടി മാറ്റാൻ തയ്യാറാകുമോ? EP ജയരാജൻ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളെ പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. പക്ഷെ വീണ്ടും പാർട്ടിയുമായി ചേർന്ന് പോകുന്നു EP ജയരാജൻ. വളരെ സജീവമായി ഇപ്പോൾ പാർട്ടി പരിപാടികളിൽ, പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ EP-ക്ക് ഒരു അവസരം കൂടി നൽകിയിരിക്കുമെന്ന് കരുതുന്നവരാണ് പാർട്ടിയിൽ ഏറെയുമുള്ളത്. EP ആ രീതിയിൽ ഉപയോഗിക്കണമെന്ന് കരുതുന്നവരാണ്. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹത്തിന് അടുത്ത മാസം മെയ്യിൽ മാത്രമേ 75 ആകുകയുള്ളൂ. TP രാമകൃഷ്ണനും അത്തരത്തിൽ ഇളവ്, മുന്നണി കൺവീനർ കൂടിയാണ്, ഇളവ് കിട്ടുമെന്ന് കരുതുന്നവരുണ്ട്. ബാക്കി ആർക്കും ഒരു കാര്യമായ ഇളവിനുള്ള ഒരു സാധ്യതയുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ തന്നെ പ്രത്യേക പരിഗണനയിലാണ് പാർട്ടി കമ്മിറ്റികളിലും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിലും ഒക്കെ തുടരുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പാർട്ടി കമ്മിറ്റികളിൽ 75 പിന്നിട്ടും തുടരാനുള്ള അനുമതി നൽകിയിരുന്നു, ഇളവ് നൽകിയിരുന്നു. പിണറായിക്ക് വീണ്ടും ആ ഇളവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പോളിറ്റ് ബ്യൂറോയിലും പിണറായി തുടർന്നേക്കാം, സംസ്ഥാന സെക്രട്ടറിയും അദ്ദേഹം നിലനിർത്തിയേക്കാം. ഏറ്റവും പ്രധാനം, അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ പോകുന്നത് ആര് എന്നതിന്റെ ചോദ്യത്തിന് പരോക്ഷമായ ഒരു മറുപടിയായി സമ്മേളനം മാറുമെന്ന് ഉറപ്പാണ്. കാരണം പിണറായി വിജയനാണ് CPM നയിക്കാൻ CPM ഇപ്പോൾ ആലോചിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും തുടരും. അദ്ദേഹത്തിന് വീണ്ടും ഒരു ഇളവ് നൽകേണ്ടത് പാർട്ടി കോൺഗ്രസാണ്. പക്ഷേ അതുവരെ പിണറായി ആ നേതൃഘടകങ്ങൾ മാറ്റാതെ തന്നെ തുടരും. പിണറായിക്ക് പ്രത്യേക ഇളവ് നൽകി അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന നേതൃസമിതികളിൽ കൂടി അദ്ദേഹം വേണമെന്ന നിലപാട് CPM പോകുമെന്നാണ്. അവിടെ ഒരു ചോദ്യം കൂടിയുണ്ട്. അത് ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിൽ, ബ്രാഞ്ച് സമ്മേളനം തൊട്ട് ജില്ലാ സമ്മേളനം വരെ ഉള്ളിടത്തൊക്കെ പലയിടത്തു നിന്നും പിണറായിയുടെ ശൈലിയെ സംബന്ധിച്ച്, സർക്കാരിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതെല്ലാം ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കൂടി എത്തുകയാണ്. പ്രത്യേകിച്ച് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ വരുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തോൽവി അവിടെ നിൽക്കുന്നുമുണ്ട്. ആ തരത്തിൽ രാഷ്ട്രീയമായി ഈ സമ്മേളനത്തിലെ ചർച്ചകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും? തീർച്ചയായിട്ടും CPM-ന്റെ സമ്മേളനങ്ങളുടെ ഒരു പ്രത്യേകത, പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ എതിരാളികളും ഒക്കെ എന്ത് പറഞ്ഞാലും കൃത്യമായി സമ്മേളനങ്ങൾ നടക്കുന്ന, ജനാധിപത്യ രീതിയിൽ സമ്മേളനം നടത്തുന്ന കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് CPM. മറ്റ് പല പാർട്ടികൾക്കും ഒരുപക്ഷെ അത് കഴിയുന്നില്ല. നമുക്കറിയാം കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഗണപതി കല്യാണം പോലെ നീണ്ടുപോകുന്ന വിമർശനം എപ്പോഴും ഉള്ളതാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും ഇന്ന് നാളെ എന്ന് പറഞ്ഞ് അതും നീണ്ടുപോകുന്നു. പക്ഷെ CPM കൃത്യമാണ് അത്തരം കാര്യങ്ങളിൽ. കൃത്യമായ ചർച്ചകൾ, ഉൾപാർട്ടി ചർച്ചകളും സംഘടനാ തെരഞ്ഞെടുപ്പും കൃത്യമായി തന്നെ
നടപ്പാക്കുന്ന പാർട്ടിയാണ് CPM. വലിയ വിമർശനങ്ങൾ അത് രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല വിമർശിക്കുന്നത്, ഉൾപാർട്ടി വിമർശനങ്ങൾ, അത് സ്വയം വിമർശനങ്ങൾ CPMന്റെ സംഘടനാ രീതിയുടെ ഭാഗമാണ്. അവിടെ മുഖ്യമന്ത്രി മുതൽ പൊളിറ്റ് ബ്യൂറോ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വരെയുള്ളവർ വിമർശിക്കപ്പെടും. ബ്രാഞ്ച് അംഗങ്ങൾ മുതൽ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെ വിമർശിക്കപ്പെടും CPMൽ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ അതിരൂക്ഷ വിമർശനം ഉയർന്നു വന്നു. ജില്ലാ സമ്മേളനങ്ങളും അതിന്റെ ഒരു തോത് കുറഞ്ഞെങ്കിലും ജില്ലാ സമ്മേളനങ്ങളിലും മുഖ്യമന്ത്രിക്കും സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെയൊക്കെയുള്ള കൃത്യമായ വിമർശനങ്ങളുണ്ടായി. കൊല്ലത്തും സംസ്ഥാന സമ്മേളനത്തിലും അതിൽ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മുഖ്യമന്ത്രി വേദിയിൽ തന്നെ വിമർശിക്കുന്ന പതിവ് സമ്മേളനങ്ങൾ പലരും നമ്മൾ കണ്ടതാണ്. കൊല്ലം സമ്മേളനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം ഇഴകീറി പരിശോധിക്കപ്പെടും, സർക്കാരിന്റെ പ്രവർത്തനം പരിശോധിക്കപ്പെടും, മന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. അത്തരത്തിൽ വിമർശനങ്ങൾക്കും സ്വയം വിമർശനങ്ങൾക്കും CPMൽ ഇപ്പോഴും ഒരു ഇടമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അത്തരം ചർച്ചകൾ തീർച്ചയായും ഈ സംസ്ഥാന സമ്മേളനത്തിലും ഉണ്ടാകും. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് മാത്രമാണ് അവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രി മാറണമെന്ന് ഒരു സമ്മേളനങ്ങളിലും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഉയരണമെന്ന അഭിപ്രായങ്ങളെ വെച്ച് സമ്മേളനങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ മുഖ്യമന്ത്രി മാറണമെന്ന ഒരു അഭിപ്രായം ഒരു സമ്മേളനങ്ങളിലും ഉയർന്നു വന്നില്ല. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് പിണറായി വിജയൻ അല്ലാതെ CPM മുന്നിൽ ഉയർത്തിക്കാട്ടാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേറെ ആരുമില്ല. മൂന്നാം തവണ അധികാരത്തിൽ വരുമെന്ന് വലിയൊരു പ്രതീക്ഷിക്കപ്പെടുന്നു. അത്തരം ക്യാമ്പയിനുകൾ CPM ആരംഭിച്ചിട്ടുണ്ട്. ഭരണത്തിലേക്ക് വരാൻ പോകുന്നു എന്ന ഒരു പൊതുബോധ്യം സൃഷ്ടിക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. അവിടെയും മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയനല്ലാതെ മറ്റൊരു പേര് CPM ഉയർത്തിക്കാട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ചില കാര്യങ്ങളിൽ ശൈലിയിൽ തിരുത്തൽ ഉണ്ടാക്കണം. ആ തിരുത്തൽ വരുത്തി പിണറായി വിജയൻ തന്നെ CPMനെയും സർക്കാരിനെയും നയിക്കണം എന്നൊരു പൊതു വികാരമാണ് CPMൽ ഇപ്പോഴുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു പേരോ മുഖമോ CPMന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുമ്പോഴും പിണറായി വിജയന്റെ മുന്നിൽ തന്നെയാകും CPM വരുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകുന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്തേക്ക് CPM സംസ്ഥാന സമ്മേളനം മടങ്ങിയെത്തുന്നത്. ആ സമ്മേളനത്തെ പരമാവധി വലിയ ഉത്സവമാക്കി മാറ്റാൻ, ചരിത്ര സംഭവമാക്കി മാറ്റാൻ കൊല്ലത്തിൻ്റെ CPMന് വളരെ വളരെ വേരോട്ടമുള്ള കൊല്ലത്തിൻ്റെ മണ്ണ് തയ്യാറെടുത്തിരിക്കുകയാണ്. വളരെ വിപുലമായ ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഈ CPM സമ്മേളനത്തിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ടീമും സജ്ജമാണ്. നമുക്ക് ആ വാർത്തകളിലേക്ക് ഇനി ഓരോ ബുള്ളറ്റിനിലും മടങ്ങിയെത്താം. ലഹരിയുടെ വല തകർക്കാൻ പോലീസ്. സംസ്ഥാനത്ത് ലഹരി മാഫിയയെ പൂട്ടാനുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി ലഹരി വിൽപ്പനക്കാരെ പിടികൂടിയിരുന്നു. പലയിടത്തും വൻതോതിൽ ലഹരി ശേഖരവും പിടികൂടി. വരും ദിവസങ്ങളിലും കർശന നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ UDFന്റെ ഉപവാസ സമരവും ഇന്ന് നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ്. നവമി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ലഹരി പിടിക്കുന്നതിന്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊരു പക്ഷേ ലഹരി കൂടി എന്നതിനുപരി കൃത്യമായ പരിശോധന നടക്കുന്നു, കൃത്യമായി ഇത് പിടിയിലാകുന്നു എന്നതിന്റെ കൂടി സൂചനയാണ്. ഓപ്പറേഷൻ ഡി ഹണ്ട് ഈ വാർത്തകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു സമൂഹത്തിലൊരു വലിയ വികാരം, ലഹരിക്കെതിരെ ഒരു പോരാടുന്നതിനുള്ളൊരു വികാരം കൂടി ഉണരുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് മുന്നോട്ട് പോകുന്നത്? ശ്രീജ പറഞ്ഞത് കറക്റ്റാണ്. അത് ഇത്രയും നാളും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഈ ലഹരിയുടെ ഒഴുക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ പോലീസിന്റെ ഒരു പരിശോധന അത് എത്രമാത്രം ഫലം കണ്ടു എന്നതിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ അടുത്തിടെ ഉണ്ടായിരിക്കുന്ന കൊലപാതകങ്ങളിലെല്ലാം അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളിലെല്ലാം ലഹരിയുടെ സാന്നിധ്യം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ലഹരിക്ക് അടിമയാക്കപ്പെട്ട കുട്ടികളാണ് ഇത്രയും വലിയൊരു ആക്രമണം നടത്തുന്നത്. അല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കൾ ലഹരിക്ക് അടിമപ്പെട്ട് ആക്രമണം നടത്തുന്ന സംഭവം, അത് രാത്രിയെന്നോ പകലോ എന്നില്ലാതെ മനുഷ്യർക്ക് സ്വസ്ഥമായി ഇറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ ലഹരി കാരണമുണ്ടായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പോലീസ് പലപ്പോഴും 1-2 കേസുകൾ പിടികൂടുന്നു, അവരെ ജാമ്യത്തിലിറങ്ങി രക്ഷപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ശക്തമായിട്ടുള്ള ഒരു പരിശോധന നടത്തുവാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു ശിക്ഷ നടപ്പാക്കുവാനോ ഒരു ബോധവൽക്കരണം നടത്താനോ ഒന്നും തയ്യാറായിരുന്നില്ല. ഈ അടുത്തിടെ ഉണ്ടായ ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ പോലീസിനെതിരെ ഉണ്ടായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ശക്തമായിട്ടുള്ള ഒരു പരിശോധനയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ലഹരി സുലഭമായി കിട്ടുന്ന പലയിടങ്ങളുണ്ട്. ഇത് നാട്ടുകാരൊക്കെ പലപ്പോഴും പോലീസിന് പരാതിയായി പറയുന്നുണ്ട്. പക്ഷെ പോലീസ് പലപ്പോഴും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവം കാരണം
കൃത്യമായ പരിശോധന നടത്തുന്നില്ല എന്ന് പറയുന്നു. പട്രോളിങ്ങിനടക്കം പോലീസ് ശക്തമായി രംഗത്തിറങ്ങാത്തൊരു സാഹചര്യം കൂടിയായിരുന്നു. അതെല്ലാം മാറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കൊച്ചി നഗരങ്ങളിൽ വലിയ രീതിയിലാണ് പോലീസിന്റെ പരിശോധനയുള്ളത്. ഇതിൽ സംശയാസ്പദമായുള്ള സാഹചര്യത്തിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ പിടികൂടുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നുമൊക്കെ ലഹരി പോലീസിനെ കണ്ടെത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്ന ഒരു യുവാവിനെ പിടികൂടിയിരുന്നു. അത് വരാപ്പുഴയിലാണ്. വരാപ്പുഴ ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകിയിരുന്ന ഒരു യുവാവാണ് പിടിയിലായത്. പറവൂർ ഏലൂക്കര സ്വദേശി മുഹമ്മദ് നഫീസാണ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 4.2 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇത് ലഹരി തൂക്കി വിൽക്കുന്നതിന് ഉപയോഗിച്ച ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് വെയിറ്റിംഗ് മെഷീനും സിപ്ലോക്ക് കവർ എന്നിവയും പോലീസ് പിടികൂടുകയും ചെയ്തു. അങ്ങനെ പോലീസിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള പരിശോധനയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. ഒപ്പം ഈ പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്നത്. ഇവിടെയൊക്കെ ലഹരി സുലഭമായി കിട്ടുന്നുണ്ട് എന്ന് പല ആവർത്തി നാട്ടുകാരൊക്കെ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പോലീസിന്റെ ഒരു പരിശോധന അത് അത്രയേറെ ശക്തമായിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ അവിടെയൊക്കെ നടത്തിയ പരിശോധനയിലൊക്കെ അതിഥി തൊഴിലാളികൾ കഞ്ചാവും മറ്റ് ലഹരിയുമായിട്ടൊക്കെ പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ ജില്ലയിൽ വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് എടുത്തു പറയേണ്ടത്, നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ പറവൂരിൽ ഈ നഞ്ചക്ക് ഉപയോഗിച്ച് സ്കൂൾ വിദ്യാർത്ഥികളെ തല്ലി ചതയ്ക്കുന്ന ഒരു ദൃശ്യം. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറെ വിവാദമായി. പക്ഷെ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെ വലിയ ആരോപണം ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ഈ സ്കൂൾ യൂണിഫോം കേന്ദ്രീകരിച്ച് അത് കുട്ടികളിലേക്ക് എത്താൻ കഴിയുമെന്നൊരു കാര്യമാണ് പോലീസ് ഉറപ്പിച്ച് പറയുന്നത്. പക്ഷെ അപ്പോഴും അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി പോലീസിനെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ മാത്രമാണ് അവരൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. അതിനപ്പുറത്തേക്കൊരു സുരക്ഷ ശക്തമാക്കുന്നില്ല. ആ ഏരിയയിലൊക്കെ എപ്പോഴും കുട്ടികൾ ഇത്തരത്തിൽ അടികൂടാറുണ്ടെന്നും അവിടെ ലഹരി ഉപയോഗമുണ്ടെന്നും സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്. അത് പൊതു ഇടങ്ങളിലൊക്കെ ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ മദ്യപിക്കുന്നുണ്ടെന്നൊക്കെ പലതവണ നാട്ടുകാരും ഈ കട ഉടമകളുമൊക്കെ പോലീസിനോട് പരാതി നൽകിയതാണ്. പക്ഷെ അവിടെയൊന്നും ഒരു പരിശോധന നടത്തുവാനോ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ചുവട് പോലും വെക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. വലിയ ആരോപണമൊക്കെ ഉയർന്നതിനിടയിലാണ് ആ വിഷ്വലും ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് അതൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന രീതിയിലേക്ക് പോലീസും തയ്യാറെടുത്തിരിക്കുന്നത്. എന്തായാലും കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ലഹരി പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന, അത് ഉറവിടം കണ്ടെത്തി അതിനെ നശിപ്പിക്കുക എന്ന രീതിയിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം രാഷ്ട്രീയമായി തന്നെ ഇതിനെതിരെ ഒരു വലിയ പ്രതിരോധം ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ UDFന്റെ ഉപവാസ സമരം ഇന്ന് നടക്കുകയാണ്. നോ ക്രൈം നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഉപവാസം നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് ഒരു പൊതുവികാരം നമ്മൾ കണ്ടതാണ്. ഇത്രയും വലിയൊരു വിപത്തിനെതിരെ നമ്മുടെ യുവ തലമുറയെ, നമ്മുടെ കുട്ടികളെ മുഴുവൻ പിടികൂടുന്ന ഈ വിപത്തിനെതിരെ ഒന്നിച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇതിനൊരു മുൻകൈ, ഈ ഒരു രാഷ്ട്രീയ പ്രതിരോധം എങ്ങനെയാണ് UDF തീർക്കുന്നത്? തീർച്ചയായിട്ടും. ഗുഡ് മോർണിംഗ് ശ്രീജ. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ ഒരു പൊതുസമൂഹം ഇതിനെതിരെ ഒരു വികാരം രൂപപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം. സംസ്ഥാനത്ത് മുമ്പും ലഹരി കേസുകൾ ഉണ്ടായിട്ടുണ്ട്, അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടുത്തിടെ സംഭവിക്കുന്ന എല്ലാ അക്രമ സംഭവങ്ങൾക്കും പിന്നിൽ, പ്രത്യേകിച്ച് യുവാക്കൾ പങ്കാളികളാവുന്ന ഈ അക്രമ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ ലഹരി ബന്ധമുണ്ട് എന്ന തരത്തിൽ അതിൻ്റെ തെളിവുകളടക്കം പുറത്തു വരുന്നുണ്ട്. ഇതാണ് ഈ മുമ്പെങ്കുമില്ലാത്ത തരത്തിലേക്ക് ഈ വിഷയം രാഷ്ട്രീയ പ്രാധാന്യം അല്ലെങ്കിൽ പൊതുസമൂഹം നിയമസഭയിലൊക്കെ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. 2 തരത്തിലുള്ള നീക്കം പ്രതീക്ഷിക്കാം. ഒന്ന്, സർക്കാർ തലത്തിൽ എക്സൈസ് വകുപ്പ് ചില സുപ്രധാന നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന്, പ്രതിപക്ഷം ഇത് രാഷ്ട്രീയമായി തന്നെ ഒരു പ്രതിഷേധമായി അല്ലെങ്കിൽ കൂടുതൽ ബോധവൽക്കരണം എന്ന തരത്തിലേക്ക് ഇതിനെ ഏറ്റെടുക്കുന്നു എന്നതാണ് തലസ്ഥാനത്ത് ഇന്ന് പ്രതീക്ഷിക്കുന്ന 2 സാഹചര്യങ്ങൾ. ഒന്ന്, എക്സൈസ് വകുപ്പ് ഇക്കാര്യത്തിൽ നടത്താൻ പോകുന്ന ഒരു നീക്കം നമുക്ക് മനസ്സിലാവുന്നത്, തുടർച്ചയായി ഇത്തരം ലഹരി കേസുകൾ, ലഹരി ഇടപാടുകളിൽ ബന്ധപ്പെടുന്നവരെ മുൻകൂർ വിചാരണയില്ലാതെ തന്നെ തടങ്കിലിടാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. അത്തരം നീക്കങ്ങൾ ഉണ്ടാവും. ഒപ്പം തന്നെ ഡീഹണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മേഖലകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സംശയകരമായ ലഹരി കേന്ദ്രങ്ങൾ, ലഹരി ഉണ്ട്, ലഹരിയുടെ ഇടപാടുകൾ നടക്കുന്നു എന്ന് സംശയിക്കുന്ന കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിശോധന, ഷാഡോ പോലീസിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക, ഇത്തരം നീക്കങ്ങളിലേക്ക് എക്സൈസ് പോലീസ് സംഘങ്ങളുടെ നീക്കങ്ങൾ കടന്നു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായുള്ള പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തുടരുന്നു എന്നതാണ് സർക്കാർ കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. ഇതിന് പുറമെ എക്സൈസ്
കരുതൽ തടങ്കൽ സാധ്യതകളിലേക്ക് അടക്കം മുന്നോട്ട് പോകുന്നു എന്ന മറ്റൊരു നീക്കം കൂടിയുണ്ട്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഒരു ബോധവൽക്കരണം, സർക്കാരിനെതിരെ കൂടുതൽ ആർജവമായ നടപടികൾ ഉണ്ടാവുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ തരത്തിൽ ഒരു നീക്കവുമായി വരുന്നത്. അതായത് പൊതുസമൂഹം ഈ ലഹരിക്കും ഒപ്പം തന്നെ കുട്ടികളിലെ ഈ അക്രമവാസനകൾക്കുമെതിരെ ജാഗ്രത പുലർത്തണമെന്ന നീക്കവുമായാണ് വരുന്നത്. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രധാന നേതാക്കളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി. 10 മണിയോടുകൂടി ഈ പരിപാടി നടക്കും. എന്തായാലും നമ്മുടെ പൊതുസമൂഹം നിയമസഭയിൽ ചർച്ച ചെയ്തതുപോലെ പൊതുസമൂഹം ഈ വിഷയത്തിൽ വലിയ ജാഗ്രത കാട്ടേണ്ടതുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാവേണ്ടതുണ്ട്. ഇതാണിപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും സംസ്ഥാനത്ത് നടന്നു വരുന്ന പരിശോധനകൾക്ക് തുടർച്ചയായി രാഷ്ട്രീയ പാർട്ടികളും മറ്റു പൊതുസമൂഹങ്ങളും സംഘടനകളും ഒക്കെ ഈ വിഷയത്തിൽ കൂടുതൽ സജീവമായ ഇടപെടലുമായി രംഗത്ത് വരികയാണ്. തീർച്ചയായും സമൂഹത്തിൻ്റെ കൂടി പിന്തുണയോടെ അങ്ങനെ ഒരു വലിയ പ്രതിരോധം തീർത്താൽ മാത്രമേ ഈ വലയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയൂ. നമ്മുടെ കുട്ടികളെ ഈ കുരുങ്ങിക്കിടക്കുന്ന വലയ്ക്കകത്ത് പെടാതെ രക്ഷിക്കാൻ കഴിയൂ. അതിനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമമാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മറ്റൊരു വ്യത്യാസവുമില്ലാതെ ഉണ്ടാവേണ്ടത്. അതിനൊരു തുടക്കമാവുകയാണ് ഈ സമയം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളുടെ നയരൂപീകരണ ചുമതല ശശി തരൂരിനെ ഏൽപ്പിക്കുന്നു എന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഒരു സുപ്രധാനമായ തീരുമാനമെടുക്കുന്നു. നിയമസഭയിൽ സർക്കാരിനെതിരായ കടന്നാക്രമണത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒന്നിച്ചാകും നേതൃത്വം നൽകുക. കേരളത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള AICCയുടെ കർമ്മ പദ്ധതിയിലാണ് നിർണായക തീരുമാനം. ഇടത് സർക്കാരിന്റെ ഭരണപരാജയം തുറന്നുകാട്ടാൻ സഭയ്ക്കകത്തും പുറത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്താനാണ് KPCC നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇടത് സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തുറന്നു കാട്ടുന്നതിനും യുവാക്കൾ, കന്നി വോട്ടർമാർ, മതസാമൂഹിക സംഘടനകൾ തുടങ്ങിയവരുമായി ഇടപെടുന്നതിനും ബഹുമുഖ കർമ്മ പദ്ധതിയാകും AICC നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ KPCC നടപ്പിലാക്കുക. ഒരേ സമയം LDF സർക്കാരിന്റെ വ്യവസായ, തൊഴിൽ, സാമ്പത്തിക മേഖലകളിലെ നുണപ്രചരണങ്ങൾ തുറന്നുകാട്ടിയും കോൺഗ്രസിന്റെ നിക്ഷേപ, തൊഴിൽ അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടിയുമുള്ള പ്രചാരണത്തിന് ശശി തരൂർ MP നേതൃത്വം നൽകും. ഈ രംഗങ്ങളിലെ പാർട്ടിയുടെ നയരൂപീകരണത്തിലും തരൂർ സജീവമാകും. തരൂരിന്റെ നിലപാടുകൾ ഉയർത്തിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കാൻ ശ്രമിച്ച ഇടതു മുന്നണിക്കുള്ള മറുപടി കൂടിയാകും ശശി തരൂരിന്റെ പുതിയ ദൗത്യം. LDF സർക്കാരിന്റെ സാമ്പത്തിക ദുർവിനിയോഗം, ഭരണകൂട ധാർഷ്ട്യം, നയപരാജയങ്ങൾ എന്നിവ തുറന്നുകാട്ടിക്കൊണ്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ ഏകോപിത ആക്രമണത്തിന് നേതൃത്വം നൽകും. സുപ്രധാന വിഷയങ്ങളിൽ മറ്റ് മുതിർന്ന അംഗങ്ങളുടെ ഇടപെടലും ഉറപ്പുവരുത്തും. സഭയ്ക്കുള്ളിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ നേരിട്ടുന്നയിക്കാൻ നിയമനിർമ്മാണ അവസരങ്ങളും പരമാവധി ഉപയോഗിക്കും. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് KPCC പ്രസിഡന്റ് K സുധാകരൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുമായി വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തും. പ്രധാന തീരുമാനങ്ങളിലും അടിത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കുന്നതിനും മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ളവരുടെ നേതൃപരിചയം ഉപയോഗപ്പെടുത്തും. പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ബൂത്ത് മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനവും ഊർജ്ജസ്വലമാക്കും. ഡിജിറ്റൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ട്രെൻഡ് സെറ്റിംഗ് എന്ന ആശയവും നടപ്പിലാക്കും. യുവാക്കളെയും നവ വോട്ടർമാരെയും ലക്ഷ്യമാക്കിയുള്ള സമൂഹ മാധ്യമ ക്യാമ്പയിനുകൾ സജീവമാക്കാനും യുവ നേതാക്കൾക്ക് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത്ത് ചേരുന്നു. സജിത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഊർജം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഊർജം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെയാണ് ഈ വാർത്ത ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ പ്രശ്നം, തരൂരിന് പുറത്ത് നല്ല ജനപ്രീതിയാണ്, പക്ഷെ പാർട്ടിക്കകത്തായിരുന്നു തരൂരിനോട് പ്രശ്നമുള്ള ആളുകൾ കൂടുതലുണ്ടായിരുന്നു. തരൂർ കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ഒറ്റക്കെട്ടായി പല നേതാക്കളുടെയും പ്രതികരണം നമ്മൾ കണ്ടതാണ്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തരൂർ ആഗ്രഹിക്കുന്നത് പോലെ, തരൂരിന് ഇവിടെ ഒരു റോൾ വേണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു റോളിലേക്ക് തരൂർ എത്തുകയാണോ? അത് ഒരു സ്വാഭാവികമായി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും മയപ്പെട്ട വിമർശനങ്ങൾ നടത്തുന്ന ഒരാളാണ് തരൂർ. അത് CPM-നെതിരെ വിമർശനം നടത്തുമ്പോൾ പോലും അദ്ദേഹത്തിന് അതിലൊരു ഡിപ്ലോമസി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഡിപ്ലോമസി വെച്ച് അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ ഈ കേരളത്തിലെ CPM-നെതിരായ പ്രതിരോധം? ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ ഡാൻ കുര്യന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഈ പുതിയ കോൺഗ്രസിന്റെ നീക്കം, അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ കേരള നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഉരുത്തിരിഞ്ഞ ഒരു പുതിയ നയതന്ത്രമായിരിക്കാം. കാരണം
തരൂര് ഇടതുപക്ഷം തരൂരിനെ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം തരൂര് സർക്കാർ അനുകൂല നിലപാടെടുത്തോടുകൂടി തരൂരിൻ്റെ പ്രസ്താവന ശരി എന്ന തരത്തിൽ അവർ വരുന്നുണ്ട്. അതേ തരൂർ തന്നെ സർക്കാർ വിമർശനം നടത്തിയാൽ അത് കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അതെങ്കിൽ അത് സർക്കാരിനെതിരായ ശക്തമായ നീക്കമാവും. ഇതാവാം ഒരു പക്ഷേ കോൺഗ്രസ് ഇത്തരമൊരു തന്ത്രം സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ കൂടുതൽ ചടുലമായ കൂടുതൽ ശക്തമായ വാക്കുകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് തരൂരിന് എത്ര കണ്ട് സർക്കാരിനെ ആക്രമിക്കാൻ കഴിയും എന്നത് സംശയകരമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അല്ലാതെ. പക്ഷേ അതല്ല രാഷ്ട്രീയം. മറിച്ച് കൃത്യമായ ചില വസ്തുതകൾ നിരത്തി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെതിരെ രംഗത്തെത്തുക, അതിൽ ശശി തരൂരിൻ്റെ ഒരു ശൈലി ഉപയോഗപ്പെടുത്തുക, ഒരു തരൂർ രീതി അത് സർക്കാരിനെതിരെ മാറ്റിവിടുക, അതായിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ അത് നല്ല തന്ത്രം തന്നെയാണ്. കാരണം അത് സർക്കാരിനെതിരെ അത് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയും. കാരണം തരൂരിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന പരാതിയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരേ രീതിയിൽ തന്നെ രണ്ട് രീതിയിൽ ഈ പ്രശ്നപരിഹാരം ഒരു പക്ഷേ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ഒന്ന്, കോൺഗ്രസിനകത്തുണ്ടാകുന്ന തരൂരിന് പരിഗണന കിട്ടുന്നില്ല എന്ന പുതിയ വിവാദവും വിഷയങ്ങളിലും തരൂരിനെ പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ ഫോർമുല ഉണ്ടാകുന്നു. അതേസമയം തരൂരിൻ്റെ വിശ്വസനീയത, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി അത് സർക്കാരിനെതിരെ തിരിച്ചുവിടുക എന്ന മറുതന്ത്രം, ഇത് രണ്ടുമാവും ആലോചിക്കുന്നത്. എന്തായാലും മികച്ചൊരു തന്ത്രം എന്ന രീതിയിൽ കാണാം. ഒപ്പം തന്നെ ഈ നേതാക്കൾക്കിടയിൽ ഒരു കൂടിയാലോചന വേണം. അത് നിയമസഭയ്ക്കകത്തായാലും സാങ്കേതികമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിൽ കൂടിയും രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യവും സാഹചര്യവും അദ്ദേഹത്തിൻ്റെ കഴിവുമൊക്കെ പ്രയോജനപ്പെടുത്തി നീങ്ങുക എന്ന ഒരു നീക്കം കൂടി കോൺഗ്രസ് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. സർക്കാരിൻ്റെ അവസാന കാലത്ത് കോൺഗ്രസ് കൂടുതൽ ശക്തമായി സർക്കാരിനെതിരെ രംഗത്തെത്തുന്നു എന്നതാവാം ഈ തന്ത്രങ്ങളുടെ അടിസ്ഥാനം. കഴിഞ്ഞ ദിവസം നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്, മുഖ്യമന്ത്രി തന്നെ ഈ ചെന്നിത്തലയെയും വി ഡി സതീശനും ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ, സതീശൻ വളരെ മിടുക്കനാണ്, സതീശൻ വളരെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു, ചെന്നിത്തല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം ഇവർക്കിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നത് എക്കാലത്തും ഈ ഒരു ഇത്തവണത്തെ സർക്കാർ വന്ന ശേഷം നമ്മൾ എപ്പോഴും പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ രണ്ടുപേരും ഒന്നിച്ച് നിയമസഭയ്ക്കകത്ത് പ്രതിരോധം തീർക്കണം എന്നൊരു നിലപാട് AICC എടുത്താൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലുള്ള പ്രശ്നങ്ങളിൽ എത്രത്തോളം ആദ്യത്തെ ഒരു ഘട്ടം, ആദ്യത്തെ ഒരു തിരിച്ചടി നേരിടുക എന്നതിലേക്ക് എത്തും. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിപക്ഷ ചേരിയിൽ പ്രതിപക്ഷ നേതൃനിരയിൽ തർക്കമുണ്ട്, അവിടെ മുഖ്യമന്ത്രി തർക്കമുണ്ട് എന്നത് പൊതുവിഷയമായി ഉയർത്തുന്നത് ഇടത് കേന്ദ്രങ്ങളാണ്, മുഖ്യമായും ഉയർത്തിക്കാട്ടുന്നുണ്ട്. അത് സ്വാഭാവികമായും പ്രതിപക്ഷ നീക്കങ്ങളുടെ മുനയൊടിക്കുക എന്നൊരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. നിയമസഭയിലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും അതൊന്നുകൂടി ചർച്ചയാക്കാൻ സർക്കാർ ഇനിയുള്ള ദിവസങ്ങളിലും ശ്രമിക്കും. അതിൽ തങ്ങൾ വീണു പോകരുത് എന്നൊരു ജാഗ്രത കാട്ടൽ കൂടിയാവാം കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കാരണം കോൺഗ്രസിൽ പൊതുവിൽ ഒരു ഐക്യ സന്ദേശം പൊതുവിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നേതാക്കൾ മുൻനിരയിൽ നിന്നാൽ അത് സർക്കാരിനെ പീഡിച്ചിടുക എന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നതാവാം കോൺഗ്രസിൻ്റെ കണക്കൂട്ടൽ. കാരണം കോൺഗ്രസിൽ മുമ്പില്ലാത്ത തരത്തിലുള്ള ഒരു ഐക്യ രൂപീകരണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അല്പം കൂടി യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടുതൽ ചടുലമായ വേഗതയുള്ള നീക്കങ്ങളൊക്കെ കോൺഗ്രസിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിന് ഉദാഹരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത് കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യമാണ്. കാരണം കർണാടകയിൽ BJPയുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് അവിടെ ഈ നേതൃതലത്തിലെ തർക്കം ഒഴിവാക്കിക്കൊണ്ട് DK ശിവകുമാറും സിദ്ധരാമയ്യ ടീമും ഇരുവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ആ രാവണ മുഖ്യമന്ത്രി എന്നൊരു തർക്കം പോലും ഉണ്ടാവാത്ത തരത്തിൽ വിഷയങ്ങളെ കൈകാര്യം ചെയ്തു. സമാനമായ രീതിയിലേക്ക് ഇത് വരട്ടെ എന്നതാണ്. അവിടെയാണ് VD സതീശൻ കഴിഞ്ഞ ദിവസം ഡൽഹി ചർച്ചയിൽ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനമല്ല, മറിച്ച് ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ദൗത്യമാണ് തനിക്കുള്ളത്, അത് താൻ നിർവഹിക്കുമെന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയത്. എന്തായാലും പുറമേക്കെങ്കിലും, ഉള്ളിൽ തർക്കമുണ്ടാവാം, പക്ഷേ പുറമേക്കെങ്കിലും അതില്ല എന്ന് വരുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് വേണം കോൺഗ്രസിൻ്റെ നീക്കങ്ങളെ കാണാം. എന്തായാലും തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുൻപ് പാർട്ടിയെ ശക്തമായി തന്നെ കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് AICC ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ, അല്ലെങ്കിൽ CPM-നെതിരായ രാഷ്ട്രീയ ആക്രമണത്തിന് നേതൃത്വം പുറത്തു കൊടുക്കാൻ തരൂരിനെയും നിയമസഭയ്ക്കകത്ത് ആ ദൗത്യം ചെന്നിത്തലയെയും സതീശനെയും ഒന്നിച്ചേൽപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അതിൽ തരൂരിൻ്റെ പരാതികൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഒപ്പം ഐക്യമില്ല എന്നൊരു പ്രതീതിയിൽ നിന്ന് അത് ഐക്യത്തിൻ്റെ സന്ദേശം കൂടി നൽകുന്ന തരത്തിലാണ്. ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടത്. ആ സമയത്ത് തന്നെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ന് മുഖ്യമന്ത്രി ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ആ ലേഖനത്തിലുള്ളത്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചു. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുമോ എന്നൊക്കെ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം സിനിമാ മേഖലയിൽ നിന്നാണ്. അത് സിനിമാ സമരം ഒഴിവാക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചതിന് പിന്നാലെ യോഗം ചേരാൻ ഒരുങ്ങുകയാണ് ഫിലിം ചേംബർ. ഇന്ന് രാവിലെ 11 മണിക്ക് കൊച്ചിയിൽ യോഗം ചേരും.
സർക്കാരിന് മുന്നിൽ സമർപ്പിക്കേണ്ട ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. GSTക്കൊപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക, താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്താൻ തീരുമാനിച്ചിരുന്നത്. ജൂൺ 1 മുതൽ സംസ്ഥാനത്തെ എല്ലാ സിനിമാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്ന രീതിയിലായിരുന്നു സമരത്തിന് യാതൊരു പിന്തുണയും ഉണ്ടാവില്ല എന്ന താരസംഘടനയായ അമ്മ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, അവിടെ ഒരു മഞ്ഞുരുകൽ നടക്കുന്നു. ഇന്നിപ്പോൾ ഒരു യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഒരു ഐക്യത്തോടെ സർക്കാരിന് മുന്നിലേക്ക് സിനിമാ മേഖലയുടെ മൊത്തം പ്രശ്നങ്ങളെ എത്തിക്കുക, അങ്ങനെ ഒരു സമവായത്തിന്റെ പാതയിലേക്ക് സംഘടനകൾ മുഴുവൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കാം ശ്രീജ. കഴിഞ്ഞ ദിവസം ചേർന്ന ഫിലിം ചേംബർ യോഗത്തിന് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ ശക്തമായി തന്നെയാണ് ഉന്നയിച്ചത്. ഈ സമരവുമായി മുന്നോട്ട് തന്നെ പോകും, ആരും ഒപ്പമുണ്ടായില്ലെങ്കിൽ പോലും. കാരണം അമ്മ പിന്തുണയ്ക്കില്ല എന്ന് അറിയിച്ചിരുന്നു. ഈ ഒപ്പം തന്നെ ചില സംവിധായകരും ഈ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ആര് പിന്തുണച്ചില്ലെങ്കിലും സമരവുമായി മുന്നോട്ട് തന്നെ പോകും. കാരണം സിനിമ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഈ കോവിഡിന് ശേഷം വലിയ രീതിയിൽ പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഈ കോടികൾ സിനിമ മലയാളത്തിലെ ഈ അടുത്തിറങ്ങിയ കുറെ സിനിമകൾ കോടികൾ കൈവരിച്ചു എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫലത്തിൽ ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക മെച്ചം ഉണ്ടായിട്ടില്ല. തിയേറ്റർ ഉടമകൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായിക്കോട്ടെ വലിയ സാമ്പത്തിക മെച്ചം ഉണ്ടായിട്ടില്ല എന്ന ഉറച്ച വാദത്തിൽ നിൽക്കുകയാണ് അവരും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാരിന്റെ GSTക്ക് പുറമെ വിനോദ നികുതി കൂടി ഏർപ്പെടുത്തുക എന്ന് പറയുന്നത്. അത് വലിയ രീതിയിൽ ബാധ്യത ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഒപ്പം സിനിമാ താരങ്ങളുടെ പ്രതിഫലം, അവരിങ്ങനെ ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ പ്രതിഫലം ഇങ്ങനെ കോടികളാണ് വാങ്ങുന്നത്. ഇതൊക്കെ താങ്ങുന്നതിനും അപ്പുറമാണെന്നാണ് ഫിലിം ചേംബറിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂൺ 1 മുതൽ ഒരു സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അനിശ്ചിതകാല സമരം. ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സിനിമാ തിയേറ്ററുകൾ അടച്ചിടും, ഒരു പുതിയ സിനിമ പോലും റിലീസ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി നിന്നത്. പക്ഷേ സർക്കാർ ഇതിലൊരു അനുനയത്തിലേക്ക് നീങ്ങുകയാണ്. അതെന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് അത് ചർച്ച ചെയ്യാമെന്ന് ഇന്നലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അനൌദ്യോഗികമായി ഇവരെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേർന്ന ഫിലിം ചേംബർ അത് വലിയ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ഇവരൊരു സമരത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിജയമായിരിക്കും. ഈ എമ്പുരാനൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ സമരമൊക്കെ അത് മലയാള സിനിമയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പല സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ഒക്കെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലേക്ക് പോകേണ്ട, ഒരു സമാധാന ചർച്ചയിലൂടെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വഴിയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി സർക്കാർ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ചേരുന്ന യോഗത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇവർക്ക് അറിയിക്കേണ്ടത്, സർക്കാരിനെ അറിയിക്കേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളാണ് നേടിയെടുക്കേണ്ടത്, ഇതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിക്കാനായിരിക്കും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിക്കുക. ഒപ്പം ഈ സൂചനാ പണിമുടക്ക് മാർച്ച് 25-ന് മുന്നേ തന്നെ ഒരു സൂചനാ പണിമുടക്ക് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സർക്കാർ ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച സാഹചര്യത്തിൽ സൂചനാ പണിമുടക്ക് ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഫിലിം ചേംബർ യോഗത്തിൽ ചർച്ച ചെയ്യുക. എന്താണ് ഇനി അവരുടെ അടുത്ത തീരുമാനം? സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് അറിയിച്ച സ്ഥിതിക്ക് എന്താണ് ഫിലിം ചേംബറിന്റെ നിലപാട് എന്നതുകൂടി ഇനി അറിയേണ്ടിയിരിക്കുന്നു. അത് 11 മണിക്കാണ് കൊച്ചിയിൽ വെച്ച് യോഗം ചേരുന്നത്. യോഗത്തിന് ശേഷം നമുക്ക് അതിലൊരു കൃത്യത വരാൻ കഴിയും. ഒപ്പം ഈ അമ്മ സംഘടന ഈ സമരത്തിന് പിന്തുണ നൽകുന്നില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കാരണം മലയാള സിനിമ കരകയറുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു സമരവുമായി മുന്നോട്ട് വന്നാൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും പോകുമെന്നാണ് അമ്മയുടെ നിലപാട്. പക്ഷെ എന്താണ് ഇനി ഫിലിം ചേംബറിന്റെ അന്തിമ തീരുമാനം എന്ന് നമുക്ക് ഇന്നറിയാൻ കഴിയും. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ കോൺഗ്രസ് ഭിന്നിപ്പിച്ചു. ദില്ലിയിലെ BJP വിജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് പറയുക മാത്രമല്ല, യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം, അത് ലീഗിനെ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് ഈ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടോടെ വളരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ലേഖനം വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മുഖ്യമന്ത്രി പറയുന്നത്? കോൺഗ്രസിന് രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ഉള്ളത്.
BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് പലപ്പോഴും മുഖ്യമന്ത്രി പ്രസംഗങ്ങളിലൊക്കെ പരാമർശിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിരൂക്ഷ വിമർശന രൂപത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ദേശാഭിമാനി ലേഖനത്തിൽ ഉള്ളത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുക. ഇതിന്റെ ഗുണം കിട്ടിയത് BJPക്കാണ്. ദില്ലിയിലെ BJP വിജയത്തിന് കാരണവും കോൺഗ്രസ് ആണ്. ഇക്കാര്യം ലീഗ് ആലോചിക്കണമെന്നാണ് മുഖ്യമന്ത്രി ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ലീഗും കൂടി ആലോചിക്കണം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ എന്ന് മുഖ്യമന്ത്രി ലേഖനത്തിൽ ചോദിക്കുന്നു. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ അത് ആലോചിക്കണം. കോൺഗ്രസിന്റെ വാക്ക് ഒരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമാണെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇത്തരമൊരു ലേഖനം ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിയുടെ ലേഖനം. BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്ന വിമർശനം തൊട്ട് എങ്ങനെയാണ് മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുക എന്നും CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി ചോദിക്കണം. സംസ്ഥാനത്ത് ഉയരുന്ന റാഗിംഗ് കേസുകളുടെ പശ്ചാത്തലത്തിൽ നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് പരിഗണിക്കുകയാണ്. സംസ്ഥാന നിയമസേവന അതോറിറ്റി നൽകിയ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് C ജയചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. റാഗിംഗ് കേസുകളിൽ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിലെ പ്രധാന ആക്ഷേപം. നവമി തന്നെയാണ് വിവരങ്ങൾ നൽകുന്നത്. നവമി, ഈ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന് മുന്നിലെത്തുമ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തകളുടെയൊക്കെ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? കാരണം ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായി തന്നെ ഹൈക്കോടതി കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ആ തരത്തിൽ ഉള്ള സൂചനകൾ വന്നിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഇത് പരിഗണിക്കുമ്പോൾ ആ തരത്തിൽ സർക്കാരിന് ഒരു കർശന നിർദ്ദേശം ഉണ്ടാവുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? ശ്രീജ, ഇന്നലെയാണ് ഈ റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി പ്രത്യേക ബെഞ്ച് ഹൈക്കോടതി രൂപീകരിച്ചത്. അതിനു മുന്നിലേക്കാണ് ഇന്ന് ഈ ഹർജി വരിക. ഈ ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംഗർ, ജസ്റ്റിസ് C ജയചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ്. റാഗിംഗ് കേസുകളിൽ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. റാഗിംഗ് സെല്ലുകൾ രൂപീകരിക്കാനെടുത്ത നടപടികൾ സർക്കാർ അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകണം. റാഗിംഗ് തടയാൻ സംസ്ഥാന സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് അറിയിക്കണം. സംസ്ഥാന ജില്ലാതല റാഗിംഗ് വിരുദ്ധ മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിക്കാൻ നടപടി സ്വീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും സംസ്ഥാനതല നിരീക്ഷക സമിതി മുൻപാകെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കണം. നിയമം കർശനമാക്കണമെന്നും നിലവിലുള്ള UGC റാഗിംഗ് വിരുദ്ധ മാനദണ്ഡം കർശനമായി പാലിക്കാൻ ഇടപെടണം എന്നീ ആവശ്യങ്ങളാണ് നിയമസേവന അതോറിറ്റി നൽകിയ പൊതുതാൽപര്യ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെയെങ്കിൽ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഈ സർക്കാരിനോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ ഒരു മറുപടി നൽകാൻ ആവശ്യപ്പെടും. കാരണം ഇതുവരെ എത്ര റാഗിംഗ് കേസുകൾ സർക്കാരിന് മുൻപാകെ വന്നിട്ടുണ്ട്, ഇതിൽ എന്ത് നടപടികൾ പോലീസ് സ്വീകരിച്ചു എന്നീ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടൊരു റിപ്പോർട്ട് സമർപ്പിക്കാനായിരിക്കും ഒരു ഹൈക്കോടതി പ്രധാനമായും ഇന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ സർക്കാർ എന്ത് മറുപടി നൽകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ ഈ അടുത്തിടയ്ക്കൊക്കെ കോട്ടയത്ത് നമ്മൾ കണ്ടതാണ്, കട്ടിലിൽ വിദ്യാർത്ഥിയെ കിടത്തിയിട്ട് ഈ കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്ന അത്രയും മനസ്സിനെ തന്നെ നമുക്ക് വളരെ വിഷമിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കണ്ടതാണ് ഈ റാഗിങ്ങിന്റെ പേരിൽ. ഒപ്പം ഈ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, കൊച്ചിയിലെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥിയുടെ ഈ റാഗിങ്ങിന്റെ പേരിലുണ്ടായ ആത്മഹത്യ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സർക്കാർ ഇതിലൊക്കെ എന്ത് നടപടി സ്വീകരിച്ചു, അല്ലെങ്കിൽ എത്രമാത്രം പോലീസ് ഇതിനൊക്കെ കർശനമായ ഒരു നടപടി സ്വീകരിക്കുന്നു എന്നീ കാര്യങ്ങൾ, ഇതിന്റെ ഒരു പരിശോധന, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാരിനോട് ഇന്നൊരു വിശദീകരണം ചോദിക്കാനാണ് ഹൈക്കോടതി പ്രധാനമായും ആവശ്യപ്പെടുക. എന്താണ് സർക്കാർ നൽകുന്ന മറുപടി എന്നതും കാത്തിരിക്കുന്ന കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശ്രീജ, ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനു, ഇന്ന് സഭയിൽ ഉൾപ്പെടെ വലിയ വാഗ്വാദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സഭയിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നാണ്. ഈ വാദങ്ങൾ തെറ്റാണ് എന്ന് വരികയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, സിക്കിമാണ് രാജ്യത്ത് ഏറ്റവും അധികം ആശാ വർക്കർമാർക്ക് ഓണറേറിയം നൽകുന്ന സംസ്ഥാനം എന്നാണ് നേരത്തെയുള്ള കണക്കുകൾ വ്യക്തമാക്കിയിരുന്നത്. അവിടെയാണ് 10,000 രൂപ ഓണറേറിയമായി ആശാ വർക്കർമാർക്ക് നൽകിയിരുന്നത്. സിക്കിം ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഗാങ്ടോക്കിൽ നിന്ന് കഴിഞ്ഞ 2022 10-ാം തീയതി അതായത് 2022 ഒക്ടോബർ 1-ാം തീയതി ഇറക്കിയ ഒരു ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ആശാ വർക്കർമാരുടെ സിക്കിമിലെ ഓണറേറിയം അത് 10,000 രൂപയാക്കി മാറ്റും. അത് ഒക്ടോബർ 1 മുതൽ 2022 ഒക്ടോബർ 1 മുതൽ നൽകാൻ കഴിയും എന്ന തരത്തിലാണ് ആ ഉത്തരവ് പുറത്തു വന്നത്. തുടർന്ന് ഈ വിഷയം ഇന്ന് വലിയ തർക്കമായി മാറിയിരിക്കുന്നു. സിക്കിമിൽ ആശാ വർക്കർമാർക്ക് ഈ ഉത്തരവുണ്ടെങ്കിലും ഇത് നടപ്പിലാക്കുന്നില്ല എന്ന ഒരു ആരോപണമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്. എന്നാൽ അങ്ങനെയല്ല സാഹചര്യം. സിക്കിമിൽ ആശാ വർക്കർമാർക്ക് പ്രതിമാസം 10,000 രൂപ തന്നെ ഓണറേറിയം കിട്ടുന്നു എന്നാണ് നമ്മുടെ ന്യൂസ് 18 സിക്കിം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ജനുവരി മുതൽ ഇത് വളരെ കൃത്യമായി അവിടെ ലഭിക്കുന്നു. ഒപ്പം അവർക്ക് ആവശ്യമായ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നു. മറ്റ് പല ആനുകൂല്യങ്ങളും ഇതിന് ഒപ്പം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുകൂടാതെയാണ് ഡീൻ കുര്യാക്കോസിന് കേന്ദ്ര സർക്കാർ നൽകി അല്ലെങ്കിൽ കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകിയ കണക്കനുസരിച്ചും മറ്റൊരു കാര്യം വ്യക്തമാക്കുന്ന അവിടെ ആന്ധ്രാപ്രദേശിനും 10,000 രൂപ പ്രതിമാസം നൽകുന്നു ഓണറേറിയമായി. അതോടൊപ്പം തന്നെ ഈ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലും അവിടെ 4,000 രൂപ ഓണറേറിയം നൽകുമ്പോൾ അതുകൂടാതെ 50% ടോപ്പപ്പ് നൽകുന്നു. അതുകൂടാതെ 450 രൂപ മറ്റ് ഒരു അഡീഷണൽ ലിങ്ക്ഡ് വിത്ത് പെർഫോമൻസ് എന്ന നിലയിൽ നൽകുന്നു. അങ്ങനെ 6,100 രൂപയിൽ കൂടുതൽ അവിടെ ഓണറേറിയം നൽകുന്നു. ഇതും സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിലാണ്. ഈ കണക്കനുസരിച്ച് കേരളം അതിലും പുറകിലാണ്. കാരണം 6,000 രൂപ സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ 1,000 രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നു. അപ്പോൾ ഈ കണക്കുകളിൽ കേരളത്തിന്റെ കണക്ക് മനു, ഇന്ന് മന്ത്രി സഭയിൽ പറഞ്ഞത് ഈ ഓണറേറിയം ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന എലിവേറ്റഡ് ഹൈവേയുടെ ഗേർഡറുകൾ തകർന്ന സംഭവം സംസ്ഥാന പൊതുമരാമത്ത് വിഭാഗം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിക്ക് കളക്ടറുടെ കത്ത്. PWD റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗം അന്വേഷിക്കണമെന്നാണ് കത്തിലെ ആവശ്യം. ദേശീയപാത വിഭാഗം നിശ്ചയിച്ച കോഴിക്കോട് NITയിലെ സംഘത്തിന്റെ പരിശോധനയ്ക്ക് പുറമെയാണിത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലുള്ളൊരു കാര്യമല്ല ഇത്. പക്ഷേ കളക്ടർ ഇങ്ങനെ ഒരു പ്രത്യേക നിർദ്ദേശം വെക്കാനുള്ള സാഹചര്യം എന്താണ്? ഈ ദേശീയപാത വിഭാഗം എങ്ങനെയാണ് ഈ സംഭവത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിലേത് തരത്തിലുള്ള അന്വേഷണമാണ് അവർ നടത്തുക? ശ്രീജ, ദേശീയപാത കടന്നു പോകുന്നത് കേരളത്തിലൂടെയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ പോലൊരു തിരക്കേറിയ സ്ഥലത്ത് ദേശീയപാത അതോറിറ്റി തന്നെ നിർമ്മിക്കുന്ന ഈ എലിവേറ്റഡ് ഹൈവേകൾ, അതായത് രാജ്യത്ത് മുഴുവൻ നിർമ്മിക്കുന്ന എലിവേറ്റഡ് ഹൈവേകളുടെ അതേ നിലവാരത്തിൽ തന്നെയുള്ള ഗഡറുകളാണ് ഇവിടെ സ്ഥാപിച്ചത്. പക്ഷേ അത് തകർന്നു വീണത് വലിയ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഈ ദേശീയപാത വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ഗഡറുകൾ തകർന്നതിനെ സംബന്ധിച്ച് ആ നിർമ്മാണ സ്ഥലത്തെ എഞ്ചിനീയർമാർക്ക് വീഴ്ചയുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ക്രോസ് ബ്രേസിംഗ് ഉപയോഗിച്ച് ആ ഗഡറുകൾ വലിച്ചു നിർത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇത് നിലം പൊത്തിയതിന് പിന്നിലും നടുഭാഗത്ത് നിന്ന് കൂപ്പുകുത്തി എന്നുള്ള ആരോപണവുമുണ്ട്. അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ഗുണനിലവാര പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ കടന്നു പോകുന്ന മറ്റു പാതകളുടെ
സുരക്ഷിതത്വത്തിനും ഭീഷണി നൽകുന്ന രീതിയിലുള്ള ഒരു സംഭവമായി അതിനെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവകരമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ജില്ലാ ഭരണകൂടവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറ്റവും തിരക്കേറിയ ഭാഗത്തുകൂടി പോകുന്ന ഗട്ടറുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ തകർച്ച സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ദേശീയപാത വിഭാഗം മാത്രം അന്വേഷിച്ചാൽ പോരാ, സംസ്ഥാന സർക്കാരിന്, സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനും ഇതിനകത്ത് കൃത്യമായൊരു ധാരണ, ഇതിന്റെ സുരക്ഷയെ സംബന്ധിച്ച് കൃത്യമായൊരു പരിശോധന വേണം എന്നുള്ള ഒരു ആവശ്യം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് മന്ത്രിക്ക് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കത്ത് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇനി അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പാണ്. പക്ഷേ നമ്മൾക്ക് മുന്നിൽ ഇവിടെ ആലപ്പുഴയിലും കൊല്ലത്തും എലിവേറ്റഡ് ഹൈവേകൾ നിർമ്മിച്ച അല്ലെങ്കിൽ ഉയർപാതകൾ നിർമ്മിച്ച ഒരു എക്സ്പീരിയൻസ് ദേശീയപാത വിഭാഗത്തിൽ തന്നെ അന്ന് നിർമ്മാണത്തിൽ കേരള PWDയിലെ ഉദ്യോഗസ്ഥരെയും NHലേക്ക് നൽകിയിരുന്നു. അങ്ങനെ ഒരു എക്സ്പെർട്ട് ബ്രിഡ്ജസിലെയും ഒപ്പം തന്നെ റോഡ്സിലെയും ഉദ്യോഗസ്ഥർ ആ ടീമിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണകളുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട്. അങ്ങനെയെങ്കിൽ അത് കേരളത്തിലെ നമ്മുടെ ദേശീയപാത വിഭാഗം തന്നെ അല്ലെങ്കിൽ പൊതുമരാമത്ത് വിഭാഗം തന്നെ അത് പരിശോധിക്കണം എന്നുള്ളൊരു ആവശ്യവും ആണ്. അത്തരത്തിൽ ആവശ്യപ്പെട്ടുള്ള റിക്വസ്റ്റ് ആണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ 4 ഗട്ടറുകൾ തകർന്നതിൽ 87 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുള്ളത് എന്നാണ് കണക്കുകൂട്ടൽ. ഈ തുകയ്ക്കുമൊക്കെ അപ്പുറത്തേക്ക് ഈ 4 ഗട്ടറുകൾ ഇവിടെ തകർന്നു വീണിരിക്കുന്നത് മറ്റു രീതിയിലുള്ള ആശങ്കകൾ ഉദ്യോഗസ്ഥർക്കിടയിലും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിലും ഒപ്പം തന്നെ സാധാരണ ജനങ്ങൾക്കിടയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ക്വാളിറ്റി പ്രശ്നമാണോ ഉണ്ടായത്, അല്ലെങ്കിൽ ഇതിന് താങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ ആവശ്യമുണ്ട്. മറിച്ച് അതിനപ്പുറത്തേക്ക് ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് വന്നൊരു പിഴവ് മാത്രമാണോ, അതോ ഇതിനകത്ത് ക്വാളിറ്റി പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു ആവശ്യം എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ MP ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് തന്നെ അത്തരത്തിൽ ഒരു സുരക്ഷാ പരിശോധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ദേശീയപാത നിർമ്മാണം നടത്തുന്നത് ദേശീയപാത വിഭാഗം NH ആണ് അവർ നടത്തുന്നത്. പക്ഷെ അവരല്ല, മറിച്ച് കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അതിനെ സംബന്ധിച്ച് ധാരണ സംസ്ഥാന സർക്കാരിനും ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ശ്രീജ, ശരണ്യാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ആശാ വർക്കർമാർക്ക് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. ആ തർക്കത്തിൽ പക്ഷേ മന്ത്രി വീണ ജോർജ് ഉന്നയിച്ച വാദം പൊളിയുകയാണ്. സിക്കിമിലെ ആശാ വർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപ തന്നെ എന്നതിന് തെളിവുകളുണ്ട്. കേരളത്തിൽ ലഭിക്കുന്നത് 7,000 രൂപ മാത്രമാണ്. ഇത് സംബന്ധിച്ച രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. സർ, ഓണറേറിയത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സർ ഇവിടെ ഓണറേറിയം സംസ്ഥാനം നൽകുന്നത് 7,000 രൂപയാണ്. ഡീൻ കുര്യാക്കോസ് MP ലോക്സഭയിൽ ലഭിച്ച മറുപടി ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ മാക്കൂട്ടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ രംഗത്തെത്തിയത്. ആശമാരുടെ സിക്കിമിലെ ഓണറേറിയം 10,000 രൂപയാണ് എന്ന MLAയുടെ വാദം പക്ഷേ ആരോഗ്യമന്ത്രി അംഗീകരിച്ചില്ല. തന്റെ കയ്യിൽ സിക്കിം സർക്കാരിന്റെ ഉത്തരവുണ്ട്. അതിൽ ഓണറേറിയമായി കാണിച്ചിരിക്കുന്നത് 6,000 രൂപയാണ്. അത് വിശ്വസിക്കുക എന്നത് മാത്രമാണ് തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് എന്നും മന്ത്രി പറഞ്ഞു. 2022 ഒക്ടോബർ 1 മുതൽ സിക്കിമിലെ ആശാ വർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കി ഉയർത്തിയ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. എന്നാൽ ഈ തുക കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപാണ് നൽകി തുടങ്ങിയത് എന്ന് ന്യൂസ് 18 സിക്കിം പ്രതിനിധി സൃഷ്ടി പ്രധാൻ റിപ്പോർട്ട് ചെയ്യുന്നു. 10,000 to the ASHA workers per month. This has been notified many years ago, but then since last year, 2024, the CM, Chief Minister Prem Singh Ramu, announced this last year, and then he's been paying it to the ASHA workers. ഇതോടൊപ്പം ആന്ധ്രാപ്രദേശ് 10,000 രൂപയാണ് ഓണറേറിയമായി കാണിച്ചിരിക്കുന്നത്. കർണാടകയും സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ കൂടുതൽ ആനുകൂല്യം നൽകുന്നതായും അവകാശവാദം ഉന്നയിക്കുന്നു. ആശമാരുടെ സമരം കൂടുതൽ ജനശ്രദ്ധയാകർഷിക്കുന്ന സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ തുക കേരളം നൽകുന്നു എന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 24ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്.
ആ സമയത്ത് വാദപ്രതിവാദങ്ങളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രംഗത്തെത്തുന്നു. ആശമാർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്നും കേന്ദ്ര അവഗണന മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് വിലങ്ങ് തടിയെന്നും സംസ്ഥാനം വ്യക്തമാക്കുമ്പോൾ ബജറ്റ് വിഹിതത്തിന് പുറമെ കേരളത്തിന് അധിക തുക നൽകിയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപി കണക്കുകൾ പുറത്തുവിട്ടത്. അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ നടപ്പിലാകും വരെ സമരം തുടരാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. SDPIയെ പൂട്ടാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. SDPIയും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്ന് ED. ഇരു സംഘടനകളും തമ്മിൽ ആഴത്തിൽ ബന്ധമുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. SDPI നേതാവ് MK ഫൈസിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് നിർണായകമായ വിവരങ്ങൾ. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിലാണ് ED SDPI നേതാവ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തത്. ഡൽഹി കോടതിയിൽ ED സമർപ്പിച്ച റിമാൻഡ് നോട്ടീസിലെ വിവരങ്ങളിലാണ് SDPI PFI അവിശുദ്ധ കൂട്ടുകെട്ട് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ. SDPIയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചത് പോപ്പുലർ ഫ്രണ്ടാണ്. PFI SDPIക്ക് 4 കോടി രൂപയോളം തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകിയതിന്റെ തെളിവുകൾ ലഭിച്ചു. SDPI സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് PFI ആണ്. ഗൾഫിൽ നിന്നടക്കം ഹവാല പണമെത്തിയെന്നും ED വ്യക്തമാക്കി. MK ഫൈസിയുടെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നത്. 12 തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായില്ല. കേസിൽ 61.72 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടിയെന്നും ED അറിയിച്ചു. SDPI ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് PFIയെ ഉപയോഗപ്പെടുത്തി. റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചെന്നും ED ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഒരിടവേള കൂടി. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനു, ഇന്ന് സഭയിൽ ഉൾപ്പെടെ വലിയ വാഗ്വാദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സഭയിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നാണ്. ഈ വാദങ്ങൾ തെറ്റാണ് എന്ന് വരികയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, സിക്കിമാണ് രാജ്യത്ത് ഏറ്റവും അധികം ആശാ വർക്കർമാർക്ക് ഓണറേറിയം നൽകുന്ന സംസ്ഥാനം എന്നാണ് നേരത്തെയുള്ള കണക്കുകൾ വ്യക്തമാക്കിയിരുന്നത്. അവിടെയാണ് 10,000 രൂപ ഓണറേറിയമായി ആശാ വർക്കർമാർക്ക് നൽകിയിരുന്നത്. സിക്കിം ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഗാങ്ടോക്കിൽ നിന്ന് കഴിഞ്ഞ 2022 10-ാം തീയതി അതായത് 2022 ഒക്ടോബർ 1-ാം തീയതി ഇറക്കിയ ഒരു ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ആശാ വർക്കർമാരുടെ സിക്കിമിലെ ഓണറേറിയം അത് 10,000 രൂപയാക്കി മാറ്റും. അത് ഒക്ടോബർ 1 മുതൽ 2022 ഒക്ടോബർ 1 മുതൽ നൽകാൻ കഴിയും എന്ന തരത്തിലാണ് ആ ഉത്തരവ് പുറത്തു വന്നത്. തുടർന്ന് ഈ വിഷയം ഇന്ന് വലിയ തർക്കമായി മാറിയിരിക്കുന്നു. സിക്കിമിൽ ആശാ വർക്കർമാർക്ക് ഈ ഉത്തരവുണ്ടെങ്കിലും ഇത് നടപ്പിലാക്കുന്നില്ല എന്ന ഒരു ആരോപണമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്. എന്നാൽ അങ്ങനെയല്ല സാഹചര്യം. സിക്കിമിൽ ആശാ വർക്കർമാർക്ക് പ്രതിമാസം 10,000 രൂപ തന്നെ ഓണറേറിയം കിട്ടുന്നു എന്നാണ് നമ്മുടെ ന്യൂസ് 18 സിക്കിം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ജനുവരി മുതൽ ഇത് വളരെ കൃത്യമായി അവിടെ ലഭിക്കുന്നു. ഒപ്പം അവർക്കാവശ്യമായ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നു. മറ്റ് പല ആനുകൂല്യങ്ങളും ഇതിന് ഒപ്പം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുകൂടാതെയാണ് ഡീൻ കുര്യാക്കോസിന് കേന്ദ്ര സർക്കാർ നൽകി അല്ലെങ്കിൽ കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകിയ കണക്കനുസരിച്ചും മറ്റൊരു കാര്യം വ്യക്തമാക്കുന്ന അവിടെ ആന്ധ്രാപ്രദേശിനും 10,000 രൂപ പ്രതിമാസം നൽകുന്നു ഓണറേറിയമായി. അതോടൊപ്പം തന്നെ ഈ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലും അവിടെ 4,000 രൂപ ഓണറേറിയം നൽകുമ്പോൾ അതുകൂടാതെ 50% ടോപ്പപ്പ് നൽകുന്നു. അതുകൂടാതെ 450 രൂപ മറ്റ് ഒരു അഡീഷണൽ ലിങ്ക്ഡ് വിത്ത് പെർഫോമൻസ് എന്ന നിലയിൽ നൽകുന്നു. അങ്ങനെ 6,100 രൂപയിൽ കൂടുതൽ അവിടെ ഓണറേറിയം നൽകുന്നു. ഇതും സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിലാണ്. ഈ കണക്കനുസരിച്ച് കേരളം അതിലും പുറകിലാണ്. കാരണം 6,000 രൂപ സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ 1,000 രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നു. അപ്പോൾ ഈ കണക്കുകളിൽ കേരളത്തിന്റെ കണക്ക് മനു, ഇന്ന് മന്ത്രി സഭയിൽ പറഞ്ഞത് ഈ ഓണറേറിയം
പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിൽ ചാവേർ സ്ഫോടനം. ഇരട്ട സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 25 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 4 കുട്ടികളും ഉൾപ്പെടുന്നു. സമീപത്തെ വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ താലിബാൻ അനുബന്ധ സംഘടന ഏറ്റെടുത്തു. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഈ 9 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം വലിയ ഒരു സ്ഫോടനമാണ് അവിടെ നടന്നത്? ഈ സ്ഫോടനത്തെ സംബന്ധിച്ച് മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? ശ്രീജ, വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖ്വയിൽ ഇന്നലെ വൈകിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ചാവേർ ആക്രമണമാണ് ഉണ്ടായത്. അതായത് ബന്നു സൈനിക താവളത്തിന് നേരെ 2 വാഹനങ്ങൾ ഇടിച്ച് കയറ്റുകയായിരുന്നു. പിന്നാലെ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു. ഈ സമയത്ത് മറ്റു ഭീകരർ, ഏതാണ്ട് 10-ലധികം ഭീകരർ ക്യാമ്പിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇവരെ തുരത്തി എന്നാണ് ഇപ്പോൾ പാക് സൈന്യം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ബന്നു ക്യാമ്പിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് സൈനികരുടെ ഓഫീസുകളും ഒപ്പം തന്നെ താമസ സ്ഥലവും ഉള്ളത്. മാത്രമല്ല, ഇതൊരു ജനവാസ മേഖലയോടുകൂടി അടുത്ത് നിൽക്കുന്ന കേന്ദ്രമാണ്. ഇവിടെ സമീപത്ത് പള്ളി ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ മാർക്കറ്റുണ്ട്. ആ സമയത്തൊക്കെ തന്നെ നോമ്പ് തുറന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ആളുകൾ എത്തിയിരുന്നു. ഈ സ്ഫോടനത്തിൽ പള്ളിയുടെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. കൂടാതെ ഒരു വീടിനും കേടുപാട് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മരിച്ചവരുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 15 പേർ കൊല്ലപ്പെട്ടു. അതിൽ തന്നെ 4 പേർ കുട്ടികളാണ്, 2 പേർ സ്ത്രീകളാണ്. ഇതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന പുറത്തു വന്ന കണക്കുകൾ. 25-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 6 ഭീകരരെ വധിച്ചു എന്നാണ് ഇപ്പോൾ പാക് സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഇവർ ഈ ക്യാമ്പിനകത്തേക്ക്, ഈ സ്ഫോടനം നടന്നതിന് തൊട്ടു പിന്നാലെ ക്യാമ്പിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് അവരെ പരാജയപ്പെടുത്തി എന്ന ഔദ്യോഗിക വിശദീകരണമാണ് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് പാക് താലിബാന് സ്വാധീനമുള്ള പ്രദേശമാണ് ഈ ഖൈബർ പക്തൂൺഖ്വ. അവിടെ ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം, ഈ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ജയ്ഷ് അൽ ഫുർസാൻ എന്ന് പറയുന്ന സംഘടനയാണ്. ഇത് പാക് താലിബാനുമായി ബന്ധമുള്ള സംഘടനയാണ്. ഏതായാലും ഈ റമദാൻ തുടങ്ങിയതിന് ശേഷം ഈ 3ാമത്തെ ആക്രമണം പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ട് തിരക്കേറിയ സമയത്ത്, ആളുകളൊക്കെ തന്നെ പുറത്തിറങ്ങുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് കൂടി ഇതിൻ്റെ, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ കൊല്ലപ്പെടാനുള്ള കാരണം പോലും അതാണ്. 15 പേർ കൊല്ലപ്പെട്ടു. മാത്രമല്ല, സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഇതുവരെ പാക് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. ശ്രീജ. ശരി, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ചാമ്പ്യൻസ് ട്രോഫി ഇന്നലെ നമ്മളൊക്കെ വലിയ സന്തോഷത്തോടെ കണ്ടു. ആവേശകരമായൊരു മത്സരമാണ് സെമി ഫൈനലിൽ നടന്നത്. അപ്പോൾ ഇനി കിരീടത്തിന് തൊട്ടരികിലാണ് ടീം ഇന്ത്യ ഉള്ളത്. ഇന്നലെ ദുബായിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. 84 റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് കളിയിലെ താരം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് ഇറങ്ങിയ ഓസീസ് 49.3 ഓവറിൽ 264 റൺസിന് പുറത്തായി. ഇന്ന് ലാഹോറിൽ നടക്കുന്ന ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക മത്സരത്തിലെ വിജയി ഫൈനൽ ഇന്ത്യയെ നേരിടും. മാർച്ച് 9 ഞായറാഴ്ച ദുബായിലാണ് ഫൈനൽ പോരാട്ടം. MS ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, വളരെ ആവേശകരമായി, വളരെ സന്തോഷകരമായി കോഹ്ലിയുടെ ഒരു സന്ദർഭോചിതമായ പോരാട്ടമൊക്കെയായി ഇന്നലെ നമ്മൾ സന്തോഷത്തിലാണ്. ഇനി അറിയേണ്ടത് ഇന്ന് ആരാവും വരുന്നത്, നമ്മളെ എതിരിടാൻ ആരാണ് ദുബായിലേക്ക് എത്തുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എങ്ങനെയാണ് പൊതുവെ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്നത്തെ മത്സരത്തെക്കുറിച്ച്? ഇന്ന് ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയത്തിൽ ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇതിലെ വിജയികൾ ഇന്ത്യയെ ഫൈനലിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ മത്സരിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരങ്ങളൊക്കെ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ ന്യൂസിലൻഡിന് ഒരു വലിയ ട്രാക്ക് റെക്കോർഡുണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. അത് നിലവിലത്തെ സാഹചര്യത്തിലും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ന്യൂസിലൻഡ് മിന്നും ഫോമിലാണ്. അവരുടെ ഓരോ താരങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ബാറ്റിംഗ് ഓർഡർ ആയിക്കോട്ടെ, അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ്, സൗത്ത് ആഫ്രിക്കയെ ഏറ്റവും കൂടുതൽ എതിരിടാൻ ന്യൂസിലൻഡിന് കെൽപ്പുള്ളതും ഏറ്റവും കൂടുതൽ നോക്കി നിൽക്കുന്നതും അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. സൗത്ത് ആഫ്രിക്കയേക്കാൾ മേൽക്കൈ ന്യൂസിലൻഡ് സ്പിൻ ബൗളിംഗ് അറ്റാക്കിനുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ മിച്ചൽ സാന്നർ ആയിക്കോട്ടെ, വില്യം റൂർക്കി ആയിക്കോട്ടെ, ഇവരുടെ ഒരു ബൗളിംഗ് പ്രകടനം ഈ ടൂർണമെൻറ്റിൽ ഉടനീളം തന്നെ ന്യൂസിലൻഡിന് വലിയ രീതിയിലുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ, ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നേ പോലും ന്യൂസിലൻഡ് മത്സരങ്ങളിലൊക്കെ തന്നെ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു മേൽക്കൈ അത് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് അവർക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ഇന്ത്യ ഒട്ടാകെയുള്ള ജനത ഇന്നലെ രാത്രി ഏറ്റവും കൂടുതൽ
സന്തോഷിച്ചതും ഇന്ത്യ കടം വീട്ടിയതിനെ കുറിച്ചാണ്. ഓസ്ട്രേലിയക്കെതിരെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കണ്ണുനീർ കൊണ്ടുവന്ന പല സന്ദർഭങ്ങളിലെയും എതിരാളികൾ ഓസ്ട്രേലിയയായിരുന്നു. ഇപ്പോൾ 2015 ആയിക്കോട്ടെ, 2023 അങ്ങനെ എടുത്തു പറയേണ്ട ഓരോരോ മത്സരങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ഇന്ത്യക്ക് കണ്ണുനീരായി നമുക്ക് നൽകിയതൊക്കെ തന്നെ ഓസ്ട്രേലിയ എതിരെ വന്നപ്പോഴാണ്. ആ ഓസ്ട്രേലിയയെ സെമി ഫൈനലിൽ 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ എതിരിട്ട് വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയുടെ ഒരു അർദ്ധ സെഞ്ചുറി, നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ പാകിസ്ഥാനെതിരായ മത്സരത്തിലും കോഹ്ലിയുടെ ഒരു സെഞ്ചുറി നമുക്ക് ലഭിച്ചതാണ്. കോഹ്ലി തിരിച്ച് ഫോമിലേക്ക് വരുന്നത് ഇന്ത്യൻ ടീമിന് വളരെ ഗുണകരമായി മാറുന്ന ഒരു സാഹചര്യവും കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിന്. അതോടൊപ്പം തന്നെ ശുഭ്മൻ ഗില്ലിന് കഴിഞ്ഞ ദിവസം തിളങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പോലും ശ്രേയസ് അയ്യറുമായി ചേർന്ന് നടത്തിയ 91 റൺസ് പാർട്ട്ണർഷിപ്പ് അത് തന്നെയാണ് ഓസ്ട്രേലിയയുടെ നടു ഓടിച്ചത്, ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു അടിത്തറ നൽകിയത്. മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും തുടക്കം ഇന്ത്യക്ക് പാളി, 43 റൺസിനിടെ 2 വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമാവുകയും ചെയ്തു. ഓപ്പണർ ശുഭ്മൻ ഗില്ലിനെയും രോഹിത് ശർമ്മയ്ക്കും ഇന്ത്യ പുറത്താവുകയായിരുന്നു. അങ്ങനെ ഒരു തുടക്കം പാളിയെങ്കിൽ പോലും മിഡിൽ ഓർഡർ വീണ്ടും ഇന്ത്യയെ തിരിച്ച് മത്സരത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതായിരുന്നു ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റായി മാറിയത്. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയക്കും സാഹചര്യത്തിൽ അലക്സ് കാരിയും സ്റ്റീവൻ സ്മിത്തും ഒക്കെ നടത്തിയ രക്ഷാപ്രവർത്തനം തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ 250 റൺസൊക്കെ ഒരിക്കലും ഒരു മികച്ച ടാർഗറ്റായിട്ടൊന്നും നമുക്ക് കൂട്ടാനേ സാധിക്കില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ ODI ഫോർമാറ്റിൽ. അതുകൊണ്ട് തന്നെ രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് വലിയൊരു സാധ്യത മത്സരം ജയിക്കുമെന്നുണ്ടായിരുന്നു. അത് തന്നെ റിസൾട്ടായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അവസാനം വരെ കൊണ്ടുപോയെങ്കിൽ പോലും കോഹ്ലിയുടെ ഇന്നിംഗ്സിൽ വെറും ആകെ 5 ബൗണ്ടറികൾ മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കോഹ്ലിയുടെ ഇന്നിംഗ്സ് കണ്ടിട്ട് ഒരുപാട് നാളുകളെ അത്രയും വളരെ ക്ഷമയോടെ കളിക്കുന്ന ഒരു കോഹ്ലിയാണ് കാണുകയും ചെയ്തത്. അപ്പോൾ കോഹ്ലി തിരിച്ച് ഫോമിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ മത്സരം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ 2025 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ആര് എന്നുള്ളത് നോക്കിക്കാണേണ്ട മത്സരവും കൂടിയായിട്ട് മാറുകയാണ്. ശ്രീജ, ശരി. ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിന് തൊട്ടരികിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ ആരാണ് വിജയായി വരുന്നത്? അവരെ ദുബായിൽ വെച്ച് നമ്മൾ നേരിടും ഫൈനലിൽ. അപ്പം ഇന്നത്തെ മത്സരവും ഫൈനൽ പോരാട്ടവും കാത്തിരിക്കാം. ഇനി ഇന്നത്തെ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ നമ്മളൊന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കി വരാം. ഇന്ന് ഇത് സംഭവിക്കും. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാക, ദീപശിഖ, കൊടിമര ജാഥകൾ ഇന്ന് കൊല്ലം ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. വൈകിട്ട് 5 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പതാക ഉയർത്തും. നാളെയാണ് പ്രതിനിധി സമ്മേളനം. 3ാം തവണയാണ് CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാവുന്നത്. വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ UDFന്റെ ഉപവാസ സമരം ഇന്ന്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് നോ ക്രൈം നോ ഡ്രഗ്സ് ഉപവാസ സമരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാവിലെ 10 മണിക്ക് ഉപവാസം ഉദ്ഘാടനം ചെയ്യും. KPCC പ്രസിഡന്റ് K സുധാകരൻ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന് ഇന്ന് തുടക്കമാവുന്നു. രാവിലെ 10:10 ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 13 രാവിലെ 10:15 പൊങ്കാല. സിനിമാ സമരം ഒഴിവാക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചതിന് പിന്നാലെ യോഗം ചേരാൻ ഒരുങ്ങി ഫിലിം ചേംബർ. ഇന്ന് രാവിലെ 11 മണിക്ക് കൊച്ചിയിൽ യോഗം ചേരും. സർക്കാരിന് സമർപ്പിക്കേണ്ട ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. GSTക്കൊപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക, താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്താനുള്ള തീരുമാനം. ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ പുറത്തിറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണമുണ്ട്. പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമരസമിതിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനോടനുബന്ധിച്ചാണ് നിയന്ത്രണം. രാവിലെ 10:30 മുതൽ മാർച്ച് അവസാനിക്കുന്നതുവരെയാണ് നിയന്ത്രണമുള്ളത്. മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഈ മാസം നീല കാർഡ് ഉടമകൾക്ക് അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസയ്ക്ക് നൽകും. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലാവും ലഭിക്കുക. വെള്ളക്കാർഡ് ഉടമകൾക്ക് 6 കിലോ അരിയും ലഭിക്കും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഇന്നലെയാണ് അഫാനെ മെഡിക്കൽ കോളേജിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. അഫാൻ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പാങ്ങോട് പോലീസാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന്. ലാഹോറിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം.
ഗ്രൂപ്പ് ബിയിൽ 1-ാം സ്ഥാനക്കാരായാണ് ദക്ഷിണാഫ്രിക്ക സെമിയിൽ കടന്നത്. കിവീസ് ഗ്രൂപ്പ് എയിലെ 2-ാം സ്ഥാനക്കാർ. പി ജയരാജൻ വധശ്രമക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരായ അപ്പീൽ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് റദ്ദാക്കണമെന്ന് ജയരാജനും സംസ്ഥാനവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിൽ സുപ്രീംകോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. 1999 ഓഗസ്റ്റ് 25-നാണ് ജയരാജനെ കണ്ണൂരിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പത്തനംതിട്ട സീതത്തോട് പാലം ഇന്ന് നാടിന് സമർപ്പിക്കും. വൈകിട്ട് 6 മണിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലം ഉദ്ഘാടനം ചെയ്യും. സീതത്തോട് ഗവി റിവർ എത്നോ ഹബ് നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ഇനി ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലായ ചിലർക്കുള്ള ആശംസകളാണ്. ആദ്യം നമ്മളെ സ്പെഷ്യൽ ഡേ വിഷസ് അറിയിക്കുന്നത് ഇന്ന് 1-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഇവ എസ്ലിനാണ്. പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശി അനസിന്റെയും നജ്മയുടെയും മകളാണ് ഇവക്കുട്ടി. ഇവക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മിഥുന് ആശംസകൾ. മിഥുന്റെ കുടുംബവും കൂട്ടുകാരും ഒക്കെയാണ് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത്. ഒപ്പം ഞങ്ങളുടെയും ആശംസ. ഹാപ്പി ബർത്ത്ഡേ മിഥുൻ. ഞങ്ങളുടെ സഹപ്രവർത്തകനായ ഷഫീഖിന്റെയും ആമിനയുടെയും 2-ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ഷഫീഖിനും ആമിനയ്ക്കും ആനിവേഴ്സറി വിഷസ്. ഇതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ നമുക്ക് ഒന്നിച്ച് ന്യൂസ് 18 സ്ക്രീനിലൂടെ അത് ആഘോഷിക്കാം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോമാറ്റ് സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. ഇനി ഈ മൂഡിൽ നിന്നൊക്കെ മാറി ജാഗ്രതയിലേക്ക് പോകുന്നു. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസ് വധക്കേസിൽ അറസ്റ്റിലായ 6-ാമത്തെ വിദ്യാർത്ഥിയും SSLC പരീക്ഷ എഴുതുക വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിൽ. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച പോലീസ് കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. ജുവനൈൽ ഹോമിന് മുന്നിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. സജീവ് സി വാര്യർ വിവരങ്ങളുമായി. സജീവ്, ഇന്നലെ നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ്. ഇന്നലെയാണ് ഈ 6-ാമത്തെ കുട്ടിയെ കൂടി ഇതിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് പോലീസ് എടുക്കുന്ന ഒരു മുൻകരുതൽ എങ്ങനെയൊക്കെയാണ്? എന്താണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? ഇനിയും ഈ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനിടയുണ്ടെങ്കിൽ അത് ആരൊക്കെയായിരിക്കും? ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ 5 പേർക്ക് പുറമെ ഒരു വിദ്യാർത്ഥി കൂടി ഇന്നലെ അറസ്റ്റിലായിരുന്നു. ഈ വിദ്യാർത്ഥി ഇന്ന് പരീക്ഷ എഴുതുന്നത് വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിലായിരിക്കും. ഇന്നലെ വലിയ പ്രതിഷേധത്തിനാണ് ഈ ജുവനൈൽ ഹോം സാക്ഷ്യം വഹിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സാധാരണക്കാരും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ അവിടേക്ക് എത്തിയിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കുട്ടികൾ പരീക്ഷ എഴുതുന്ന സ്ഥലത്ത് പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെ കരുതുന്നത്. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ, ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചുകൂടി വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. സജീവ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സജീവ്, ഇന്നലെ വലിയ പ്രതിഷേധം കണ്ടു. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി കൂടുതൽ പേരെ ഈ കേസിൽ പ്രതി ചേർക്കാൻ ഇടയുണ്ടെന്ന് പറയുമ്പോൾ അത് ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ?
ശ്രീജ, ഇപ്പോൾ വെള്ളിമാട് കുന്നിൽ 6 കുട്ടികൾ, അതായത് ഷഹബാസിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതികളായ 6 കുട്ടികൾ കഴിയുന്ന വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിലേക്ക് KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതുപ്രകാരം അതിന് വെള്ളിമാട് ജുവനൈൽ ഹോമിന് മുമ്പിലാണ് ഞങ്ങളുള്ളത്. അതായത് ഇന്നലെ അറസ്റ്റ് ചെയ്ത 6ാമത്തെ വിദ്യാർത്ഥിയെയും ഇവിടേക്ക് പാർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ SSLC പരീക്ഷ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇന്നും കുട്ടികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരായി അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ മാർച്ച് നടക്കാനിരിക്കുകയാണ്. ABVP MSF അടക്കമുള്ള സംഘടനകൾ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കനത്ത സുരക്ഷയിലാണ് ഈ പ്രദേശം. കുട്ടികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. അതുപ്രകാരം മെറ്റ അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ കൈകാര്യം ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. എന്നാൽ ഫോണിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. അത് സംബന്ധിച്ച ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർ ഉണ്ടോ, ഈ കേസിൽ അവർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് മുതിർന്ന ആളുകളുടെ പങ്ക് എത്രത്തോളം എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് തിരിഞ്ഞേക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തിയായിരിക്കും ഈ ചാർജ് ഷീറ്റ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുക എന്നാണ് ഇപ്പോഴുള്ള വിവരം. ശ്രീജ. സജീവ് സേവാരാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കേസിൽ ഇപ്പോൾ 6 പേരാണ് അറസ്റ്റിലുള്ളത്. അവർ ഇന്നും പരീക്ഷ എഴുതുന്നത് വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിലായിരിക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര രാമപുരത്ത് യുവാവിന് കുത്തേറ്റു. അരങ്കമുകൾ സ്വദേശി രാഹുലാണ് കുത്തേറ്റത്. ഇയാളെ ആക്രമിച്ച പുന്നക്കാട് ബിനുവിനും പരിക്കുണ്ട്. ഇരുവരും ചികിത്സയിലാണ്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, എന്തായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണത്തിനുള്ള പ്രകോപനം? ശ്രീജ, ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഇവിടെയുള്ള ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്രയ്ക്കിടെയായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഘോഷയാത്രയ്ക്കിടയിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും നേരിയ കയ്യാങ്കളിയും ഉണ്ടായി. അതേസമയം ഘോഷയാത്ര സമാപിച്ചതിന് ശേഷമാണ് ഇതൊരു കത്തിക്കുത്തിലേക്ക് കലാശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അരങ്ങമുൾ സ്വദേശിയായ രാഹുലിനാണ് കുത്തേറ്റത്. ഇയാളിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒപ്പം ഇദ്ദേഹത്തെ ആക്രമിച്ച ബിനു എന്ന് പറയുന്ന അയാളിപ്പോൾ നെയ്യാറ്റിൻകര ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നെയ്യാറ്റിൻകര പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ കണ്ടാലറിയാവുന്ന ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശ്രീജ. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിൽ യുവാവിന് കുത്തേറ്റു. അരങ്കമുകൾ സ്വദേശി രാഹുലിനാണ് കുത്തേറ്റത്. ഇയാളെ പുന്നക്കാട് സ്വദേശി ബിനുവിനും ഈ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇയാളെ ആക്രമിച്ചത് ബിനുവാണ്. രണ്ടുപേരും ഇപ്പോൾ ചികിത്സയിലാണ്. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിലൊക്കെ കലാശിച്ചത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മദ്യലഹരിയിൽ ജോലി ചെയ്ത ഗ്രേഡ് SI പിടിയിൽ. സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഗ്രേഡ് SI പ്രകാശാണ് കസ്റ്റഡിയിലായത്. ആശുപത്രി അധികൃതരുടെ പരാതിയെ തുടർന്നാണ് നടപടി. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, സാധാരണഗതിയിൽ ഈ ആശുപത്രിയിൽ നിന്നല്ല എവിടെയായാലും സുരക്ഷ ഉറപ്പുവരുത്തേണ്ട, ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ട ആളുകളാണ് പോലീസ്. ഈ മദ്യലഹരിയിൽ ഗ്രേഡ് SI ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അല്പം കടന്നുപോയി. എങ്ങനെയാണ് ആശുപത്രി അധികൃതർ ഇങ്ങനൊരു പരാതി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്? കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം. നമുക്കറിയാം, ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിലൂടെ വൻ സുരക്ഷാ വീഴ്ചയുണ്ടായ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് 8 പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗ്രേഡ് SI മദ്യപിച്ച് ലക്ക് കിട്ടുന്ന നിലയിൽ കണ്ടത്. അതിനെ പോലീസ് അയാളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഗ്രേഡ് SI ആണ് മദ്യലഹരിയിൽ പെരുമാറിയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദ്യപരിശോധനയിൽ ഇയാൾ മദ്യപിച്ചിരുന്നതായും കണ്ടെത്തുകയും ചെയ്തു. സംഭവം ഇങ്ങനെയാണ്. അതായത് അവിടെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി രാവിലെ ഇദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഇദ്ദേഹത്തോടൊപ്പം വനിതാ SIയും ഡ്യൂട്ടിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ മെഡിക്കൽ പരിശോധനയുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതികളെ കൊണ്ടുവരുന്നത് താലൂക്ക് ആശുപത്രിയിലാണ്.
പരിസരങ്ങളിൽ നിന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇയാൾ മൊഴിയെടുക്കേണ്ട ഒരു ആവശ്യവുമായിട്ട് ഒരു രോഗിയുടെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് മദ്യലഹരിയിൽ ഇയാൾ കാല് നിലത്ത് ഉറയ്ക്കാത്ത രീതിയിൽ പിഴിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ആശുപത്രി അധികൃതർ ഇടപെടുകയും കൊട്ടാരക്കര പോലീസ് വിവരം അറിയിക്കുകയൊക്കെ ചെയ്തത്. പോലീസ് എത്തി ഇയാളുടെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ മദ്യപിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ അയാൾ പോലീസ് കസ്റ്റഡി എടുത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഫിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മദ്യലഹരിയിൽ ആശുപത്രിയിൽ ജോലി ചെയ്ത സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന SI ആണ് പിടിയിലായത്. ആശുപത്രി അധികൃതർ തന്നെയാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേഡ് SI പിടിയിലായത്. ആലുവയിൽ വൻ മയക്കുമരുന്ന് വേട്ട. കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി 6 ഒഡീഷ സ്വദേശികളാണ് പിടിയിലായത്. ഒഡീഷ സ്വദേശിയായ മമത ഡിങ്കലിന്റെ പക്കൽ നിന്നാണ് 4 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത്. 1 കിലോയോളം ഹാഷിഷ് ഓയിലുമായി 5 ഒഡീഷ സ്വദേശികളും പിടിയിലായി. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞതേയുള്ളൂ ഈ രീതിയിൽ വലിയ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായും വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വേട്ടയൊക്കെ നടക്കുന്നുവെന്ന്. ഇവർ എപ്പോഴാണ് പിടിയിലായത്? എവിടേക്ക് കടത്താൻ ശ്രമിക്കുകയായിരുന്നു? പോലീസ് പരിശോധന, ലഹരിക്കെതിരായിട്ടുള്ള പരിശോധന അത് ശക്തമായി തന്നെ നടക്കുകയാണ്. അതിനിടയിലാണ് ആലുവയിൽ നിന്നും കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി അതിഥി തൊഴിലാളികൾ പിടിയിലായത്. നമുക്കറിയാം, നേരത്തെ തന്നെ പോലീസ് ഈ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് ഒരു പരിശോധന ശക്തമാക്കിയിരുന്നു. കാരണം ഇവരൊക്കെ നാട്ടിൽ നിന്നും തിരിച്ചു വരുന്ന വഴിക്ക്, അതായത് ട്രെയിനിലൊക്കെ വലിയ രീതിയിൽ ലഹരി കടത്തുന്നു എന്ന ഒരു വിവരം പോലീസിന് മുൻപ് തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ കൂടി വലിയ പരിശോധന നടക്കുന്നതിനിടയിലാണ് 6 ഒഡീഷ സ്വദേശികൾ പിടിയിലായത്. 4 കിലോ കഞ്ചാവ് ഒഡീഷ സ്വദേശിനിയായ മമത ഡിങ്കലിന്റെ പക്കൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. 1 കിലോ ഹാഷിഷ് ഓയില് 5 ഒഡീഷ സ്വദേശികളും പിടിയിലായിട്ടുണ്ട്. ഇവർ ഇത് പ്രധാനമായും ഇവിടെ കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ ആലുവ ഭാഗത്ത് കൂടുതൽ ആളുകളിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇവർക്ക് എവിടെ നിന്നാണ്, ഇവരുടെ നാട്ടിൽ നിന്നാണോ അതോ കേരളത്തിൽ നിന്ന് തന്നെ മറ്റാരെങ്കിലുമാണോ ഇവർക്ക് ഇത്തരത്തിൽ ലഹരി കിട്ടിയത് എന്നുകൂടി പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും 6 ഒഡീഷ സ്വദേശികളാണ് ഇപ്പോൾ ആലുവ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വലിയ രീതിയിലുള്ളൊരു മയക്കുമരുന്ന് വേട്ടയാണ് ആലുവയിൽ ഉണ്ടായിട്ടുള്ളത്. കഞ്ചാവും ഹാഷിഷ് ഓയിലുമാണ് പിടികൂടിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നു. വെഞ്ഞാറമൂട് പോലീസ് അടുത്ത ദിവസം നെടുമങ്ങാട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത പ്രതിയെ പൂജപ്പുര സബ് ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഈ കൊലപാതകം സംബന്ധിച്ച് ഇപ്പോഴും ഉള്ളത് അഭ്യൂഹങ്ങളാണ്. എന്തിനിങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകം നടത്തി, എങ്ങനെ ആസൂത്രണം ചെയ്തു എന്നതൊക്കെ ഇപ്പോഴും പലയിടത്തുനിന്ന് കേൾക്കുന്ന കഥകളും അല്ലെങ്കിൽ അത്തരം ഊഹങ്ങൾ മാത്രമാണ്. ഇത് കൃത്യമായി അറിയണമെങ്കിൽ റഹീമിന്റെ മൊഴി കൂടി വെച്ച് അഫാനിൽ നിന്ന് തന്നെയാണ് വിവരങ്ങൾ അറിയേണ്ടത്. പൂർണ്ണമായും അത്തരം ഒരു ചോദ്യം ചെയ്യലിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അഫാൻ ശാരീരികമായി സജ്ജമായി എന്നതാണോ പോലീസിന്റെ നിഗമനം? തീർച്ചയായും ശ്രീജ, സജ്ജമായി എന്നതാണ് പോലീസിന്റെ നിഗമനം. ഇന്നലെയാണ് അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഡോക്ടർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങാം. ഇതിന്റെ നടപടിക്രമങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കും. അതായത് പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും, നാളെ കസ്റ്റഡിയിൽ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ നിർണായകമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പടക്കമുള്ള മറ്റു നീക്കങ്ങളിലേക്കും കടക്കും. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ ഏറ്റവും നിർണായകമാവുന്നത് ഇപ്പോഴും അവശേഷിക്കുന്ന ദുരൂഹത നീക്കാൻ അഫാനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം. പക്ഷേ അതിന് സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ, വിഷം കഴിച്ചു എന്ന് പറഞ്ഞ അഫാനെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. എന്തായാലും ഡോക്ടർമാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി അവശേഷിക്കുന്നത് പോലീസ് ഇതുവരെ ശേഖരിച്ച തെളിവുകളും ഈ പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ അതും ഒത്തുനോക്കിക്കൊണ്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നതാണ്. സാമ്പത്തിക പ്രശ്നം തന്നെയാണ് ഈ കൊലപാതകത്തിന്
ഈ കൂട്ടക്കൊലപാതകത്തിന് ഇടവച്ചത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. പ്രധാനമായും അഫാൻ സൂചിപ്പിച്ച കുടുംബത്തിന് 50 ലക്ഷത്തിലധികം വരുന്ന സാമ്പത്തിക ബാധ്യത. ഈ സാമ്പത്തിക ബാധ്യത എവിടെ നിന്നുണ്ടായി എന്നതിൻ്റെ കണക്കുകളൊക്കെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ആദ്യം തന്നെ മാനസികാസ്വാസ്ഥ്യം ഈ പ്രതി പ്രകടിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറുടെ റിപ്പോർട്ട് അത്തരം പ്രശ്നങ്ങളില്ല എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് മുന്നോട്ട് പോകാം എന്നതാണ് സാഹചര്യം. നാളെ കസ്റ്റഡിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ തെളിവെടുപ്പ് ഈ കൊല നടന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം എത്തി വലിയ തെളിവെടുപ്പ് നടത്തേണ്ടി വരും. സ്വാഭാവികമായും ഇത്രയധികം പ്രമാദമായ കേസായതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടമടക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. വെഞ്ഞാറമൂട് ഈ കൂട്ടക്കൊലപാതക കേസിലെ നിർണായകമായ ദിവസമാണ് ഇന്നും നാളെയുമായി നടക്കാൻ പോകുന്നത്. ഇന്ന് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ, നാളെ കസ്റ്റഡിയിൽ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. അഫാനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുകയാണ്. ഇന്നലെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ ഇനി വിശദമായൊരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെ പോലീസ് കടക്കും. പാലക്കാട് വടക്കഞ്ചേരിയിൽ പഴക്കച്ചവടത്തെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ കട ഉടമയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന് പരാതി. സംഭവം അറിഞ്ഞ പോലീസ് പിന്നാലെ എത്തി വാഹനം തടഞ്ഞെങ്കിലും പ്രതികൾ നിർത്താതെ പോയി. തുടർന്ന് വാഹനം വളഞ്ഞാണ് പ്രതികളെ പിടികൂടിയത്. വടക്കാഞ്ചേരി കണക്കൻതുരുത്തി സ്വദേശിയായ 49-കാരൻ നാസറാണ് തിങ്കളാഴ്ച രാത്രിയിൽ ആക്രമിക്കപ്പെട്ടത്. വടക്കഞ്ചേരി സ്വദേശി ഫൈസൽ, കിഴക്കഞ്ചേരി സ്വദേശി ബിജു എന്നിവരാണ് നാസറിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. ഇവർക്ക് പുറമെ മറ്റ് 2 പ്രതികൾ ഒളിവിലാണ്. പഴക്കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. തിങ്കളാഴ്ച രാത്രി 11:30 നെന്മാറ ഗോമതിക്ക് സമീപത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത്. നാസറിന്റെ വാഹനത്തിന് മുൻപിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം കുറുകെയിട്ട് ബലമായി പിടിച്ചിറക്കി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പിന്നാലെ നാസറിന്റെ വാഹനത്തിലുണ്ടായിരുന്ന ആൾ വടക്കാഞ്ചേരി പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് വഴിമെത്തിയ വാഹനം തടഞ്ഞെങ്കിലും പ്രതികൾ വെട്ടിച്ചു കടന്നു. പ്രതികളെ വിടാതെ പിന്തുടർന്ന പോലീസ് കിഴക്കഞ്ചേരി കണ്ണംകുളത്ത് വെച്ച് ഇവരെ പിടികൂടി. നാസറിനെ പഴക്കച്ചവടത്തിലേക്ക് കൊണ്ടുവരുന്നത് ഫൈസലാണ്. പിന്നീട് നാസർ ഫൈസലിന്റെ ബിസിനസ് പാർട്ട്നേഴ്സുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചു. ഇതാണ് ഫൈസലിനെ ചൊടിപ്പിച്ചത്. തുടർന്ന് നാസറിനെ ഫൈസൽ ഭീഷണിപ്പെടുത്തുകയും അതിനെതിരെ നാസർ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. ഈ സംഭവങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. പ്രതികൾക്കെതിരെ ആലത്തൂർ പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റ നാസർ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് 18 പാലക്കാട്. ഇതോടെ രാവിലെയുടെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇസ്ലാം മതവിശ്വാസികൾക്ക് പരിശുദ്ധ റംദാൻ കാലമാണ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ. ഇന്ന് പൊങ്കാല ഉത്സവം ആരംഭിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നവർ ആഷ് വെനസ്ഡേ അല്ലെങ്കിൽ വിഭൂതി ബുധനാഴ്ച ആചരിച്ചു തുടങ്ങുകയാണ്. ഇന്ന് തൊട്ട് 50 നോമ്പിൻ്റെ ഒരുക്കങ്ങൾ അത് ചില സഭകളിൽ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ച തന്നെ മറ്റ് സഭകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ലാറ്റിൻ വിഭാഗക്കാർക്ക് ഇന്ന് തൊട്ടാണ്. അതായത് പൂർണ്ണമായും ക്രൈസ്തവ വിശ്വാസികൾ 50 നോമ്പിൻ്റെ ഒരുക്കങ്ങളിലേക്കും ഈസ്റ്ററിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്കും ഒക്കെ കടക്കുകയാണ്. ഇന്ന് വിഭൂതി ബുധനാഴ്ച. ഇന്നാണ് ഒരു മനുഷ്യൻ്റെ നശ്വരതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെപ്പോഴും ഓർക്കണം എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു ചാരം കൊണ്ടുള്ള കുരിശുവരയൊക്കെ നടക്കുന്നത്. അങ്ങനെ ഏറ്റവും പരിശുദ്ധമായ 50 ദിവസങ്ങളിലേക്ക് ക്രൈസ്തവ വിശ്വാസികളും കടക്കുകയാണ്. ഈ അക്രമത്തിൻ്റെയും അല്ലെങ്കിൽ
അത്തരം ആശങ്കകളുടെയും ഒക്കെ കാലത്ത് ആത്മീയതയും ഭക്തിയും ഒക്കെയാണ് ഒരു വലിയ വിഭാഗത്തെ ജീവിതത്തിൽ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ 50 നോൻപ് ആരംഭിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ആ ആശംസകൾ കൂടി നേരുകയാണ്. അങ്ങനെ ഇന്നത്തെ രാവിലെയുടെ സമയം പൂർണ്ണമാവുന്നു. ഇനി നമ്മൾ വളരെ വിശദമായി ചർച്ചകളിലേക്കും വിശകലനങ്ങളിലേക്കും ഇന്നത്തെ വാർത്തകളിലേക്കും ഒക്കെ കടക്കും 9 മണിക്ക്. അതുവരെ ഇത് കണ്ടോ.